السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح الظالمون. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات والأرض سبحانه وتعالى عما يشركون. قال المنجم والطبيب كلاهما لن يحشر الأموات قلت إليكما إن صح قولكما فلست بخاسر لو صح قولي فالخسار عليكما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം ധന്യമാക്കണമെന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ നിഗൂഢമായ ഒരു വനത്തിനുള്ളിലൂടെ നടന്നു പോകുകയാണ്. അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്
അയാൾ വളരെ വേഗത്തിൽ നടന്നു പോകുന്ന സമയം പെട്ടെന്ന് അയാളുടെ മുന്നിലേക്ക് ഒരു സിംഹം ചാടി വീഴുകയാണ്. അയാള് ജീവനും കൊണ്ട് ഓടി, ഒരുപാട് ഓടി ഓടി അവസാനം അയാൾ ഒരു കൊട്ടക്കിണറ്റിലേക്ക് വീണു. കൊട്ടക്കിണറ്റിലേക്ക് വീഴുന്ന വീഴ്ചക്കിടയിൽ ആ മനുഷ്യന് ഒരു വള്ളിയിൽ പിടുത്തം കിട്ടി. ആ വള്ളിയിൽ പിടിച്ചുകൊണ്ട് കിണറ്റിന്റെ മുകളിലേക്ക് അയാൾ നോക്കി. അവിടെ തന്റെ മാംസള ഭാഗങ്ങൾ കടിച്ച് പറിച്ച് പിച്ച് ചീന്താൻ തിന്ന് തയ്യാറായി നിൽക്കുന്ന സിംഹം വാപിളർന്ന് നിൽക്കുകയാണ്. ആ വള്ളിയിൽ പിടിച്ചുകൊണ്ട് അയാൾ കിണറ്റിന്റെ അടിയിലേക്ക് നോക്കി. അവിടെ പത്തി വിരിച്ചുകൊണ്ട് ഉഗ്രവിഷമുള്ള ഒരു സർപ്പവും നിൽക്കുകയാണ്. വള്ളിയിൽ പിടിച്ച് എങ്ങനെയെങ്കിലും മുകളിലേക്ക് കയറാമെന്ന് വിചാരിച്ചാൽ അവിടെ കാത്തു നിൽക്കുന്നത് സിംഹമാണ്. വള്ളിയുടെ പിടിവിട്ട് താഴെ പോയി നിൽക്കാം, ആരെങ്കിലും വരുമ്പോ സഹായത്തിന് വിളിക്കാം എന്ന് ചിന്തിക്കുമ്പോ താഴെ കാത്തു നിൽക്കുന്നത് അതിഭയങ്കരനായ ഉഗ്രവിഷമുള്ള സർപ്പമാണ്. അയാൾ ആ വള്ളിയിൽ തൂങ്ങി അങ്ങനെ നിന്നു. പെട്ടെന്ന് രണ്ടെലികൾ, ഒരു കറുത്ത എലിയും ഒരു വെളുത്ത എലിയും കടന്നു വന്നു. അത് രണ്ടും കൂടി ആ വള്ളി കരണ്ട് തിന്നാൻ തുടങ്ങി. രണ്ടും കൂടി ആ വള്ളി കരണ്ട് തിന്നാൻ തുടങ്ങി. എന്താ സംഭവിക്കുക? അയാൾ കിണറ്റിന്റെ അടിയിലേക്ക് വീഴും, അല്ലെങ്കിൽ അയാൾ വേറെ ഒരു വള്ളിയിൽ പിടിച്ച് മുകളിലോട്ട് കയറണം. രണ്ടും സാധ്യമല്ല. ഈ എലികള് വള്ളി കരണ്ട് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിണറ്റിലേക്ക് ചാഞ്ഞു നിന്ന ഒരു ചില്ല, ആ ചില്ലയിൽ കൂട് കെട്ടിയ ഒരു തേനീച്ചൻ കൂട്ടിൽ നിന്ന് ഉറ്റുറ്റായി തേനിന്റെ തുള്ളികൾ താഴോട്ട് വന്നുകൊണ്ടിരുന്നു. ആ തേനിന്റെ തുള്ളികൾ ഈ മനുഷ്യൻ നാവ് നീട്ടി നക്കി കുടിക്കുകയാണ്. ഇത് ഒരു സാങ്കല്പിക കഥയാണ്, പക്ഷേ എന്റെയും നിങ്ങളുടെയും കഥയാണ്. എന്റെയും നിങ്ങളുടെയും കഥയാണ്. മരണമാകുന്ന സർപ്പവും മരണമാകുന്ന സിംഹവും കൊട്ടക്കിണറ്റിന്റെ അടിയിലും കൊട്ടക്കിണറ്റിന്റെ മുകളിലും നമ്മെ കാത്തു നിൽക്കുന്നു. ജീവിതമാകുന്ന വള്ളിയിൽ ഞാനും നിങ്ങളും തൂങ്ങിപ്പിടിച്ചിരിക്കുകയാണ്. ആ ജീവിതമാകുന്ന വള്ളി പകലാകുന്ന വെളുത്ത എലിയും രാത്രിയാകുന്ന കറുത്ത എലിയും കൂടി കരണ്ട് തിന്നുകയാണ്. ആ സമയത്തും കിണറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഏതോ ഒരു ചില്ലയിൽ നിന്ന് തുറ്റി വീഴുന്ന തേനിന്റെ തുള്ളികൾ നക്കി കുടിക്കാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ സുഖങ്ങൾ തേടിയുള്ള പരക്കം പാച്ചിലാണ്. എലികൾ വള്ളികൾ കരണ്ട് തിന്നുന്നത് നാം അറിയുന്നില്ല. ആ വള്ളികൾ കരണ്ട് നിന്നാൽ മരണത്തിന്റെ അഗാധമായ കൊട്ടക്കിണറ്റിലേക്ക് വീഴുമെന്ന് നാം അറിയുന്നില്ല. ചക്ഷുശ്രവണ ഗളസ്തം എന്ന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. പാമ്പ് തവളയെ പിടിച്ചാല് തവളയുടെ പകുതി ഭാഗം പുറത്തായിരിക്കും. ആ പകുതി ഭാഗം മാത്രം പുറത്തുള്ള തവള തന്റെ കൺമുന്നിലൂടെ പാറിപ്പോകുന്ന പ്രാണിയെ നാവ് നീട്ടി പിടിക്കാൻ ശ്രമിക്കും. ഇതാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം. അക്ഷരാർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതം ഇതാണ്. മരണത്തെ മറന്നുകൊണ്ടുള്ള പ്രയാണത്തിലാണ് മനുഷ്യൻ. എന്ത് ചെയ്യണമെന്നറിയില്ല. ജീവിതത്തിന്റെ സുഖങ്ങൾ എങ്ങനെ വാരിക്കൂട്ടണമെന്നറിയില്ല. അങ്ങനെ പരക്കം പായുന്ന മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യരെ മോനെ, പൊന്നുമോനെ, ഖുർആൻ പറയുകയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയി അർദിൻ തമൂത്. ഒരു മനുഷ്യനും അറിയില്ല ലോകത്തിന്റെ ഏതേത് മൂലയിൽ വെച്ച്, ലോകത്തിന്റെ ഏതേത് മുക്കിൽ വെച്ച് അവന്റെ ശരീരവും അവന്റെ ആത്മാവും തമ്മിൽ വേർപെടുമെന്നൊരു മനുഷ്യനും തിരിച്ചറിയാൻ സാധ്യമല്ല. ലോകത്തിൽ അവൻ ജീവിക്കുന്ന ഏത് സന്ദർഭത്തിലാണ് അവന്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നതെന്ന് അവന് തിരിച്ചറിയാൻ സാധ്യമല്ല.
വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ആദമിന്റെ മക്കളായ മനുഷ്യരെ, നിങ്ങൾക്കാർക്കും തന്നെ തിരിച്ചറിയാൻ സാധ്യമല്ല മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഏത് സന്ദർഭത്തിലാണ് നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത്. അള്ളാന്റെ ഓർഡർ, അള്ളാന്റെ കൽപ്പന മരണത്തിന്റെ രൂപത്തിൽ ഏത് സമയത്താണ് നിങ്ങളിലേക്ക് കടന്നു വരിക എന്നുള്ളത് ഒരു മനുഷ്യനും പടച്ച തമ്പുരാൻ അറിയിച്ചു കൊടുത്തിട്ടില്ല. ആ മരണത്തെ കുറിച്ച് മറന്നുപോയി ആധുനിക സമുദായം. ആ മരണത്തിനെ കുറിച്ച് മറന്നുപോയ മുസ്ലിമേ, ആ മരണത്തെ കുറിച്ച് മറന്നുപോയ പൊന്നനുജ, ആ മരണത്തെ കുറിച്ച് മറന്നുപോയ പൊന്നുജ്യേഷ്ഠ, ആ മരണത്തെ കുറിച്ച് വിസ്മൃതിയിൽ ആണ്ടുകൊണ്ട് ജീവിതത്തെ, അനശ്വരമായ ഒരു ജീവിതത്തെ പണയം വെക്കുന്ന പൊന്നുമോനെ, ആ മരണത്തെ കുറിച്ച് മറന്നതുകൊണ്ട് നിന്റെയും നിങ്ങളുടെയും നിന്റെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന അധർമ്മം എത്രയാ. ആ മരണത്തെ കുറിച്ച് മറന്നത് കാരണം എന്റെയും നിന്റെയും ജീവിതം കീഴടക്കിയ അസംസ്കാരത്തിന്റെ കഥകൾ എത്രയാ, വൃത്തികേടിന്റെ ഇന്നലകൾ എത്രയാ, ആഭാസത്തിന്റെ കഥകൾ എത്രയാ, അശ്ലീലത്തിന്റെ കഥകൾ എത്രയാ. ആ മരണത്തെ കുറിച്ച് വിസ്മൃതിയിലാണ്ടത് കാരണം ഞാനും നീയും ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ രാവുകൾ എത്രയാ, ഞാനും നീയും ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പകലുകൾ എത്രയാ. പൊന്നുമോനെ, ചിന്തിക്കണേ. ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്നറിയില്ല, ഏത് നിമിഷമാണ് അള്ളാന്റെ കൽപ്പന കടന്നു വരിക എന്നറിയില്ല. മരണം കടന്നു വരുന്ന സമയത്ത് എൻട്രൻസ് എഴുതിയതിന്റെ റിസൾട്ട് വരാനുണ്ടെന്ന് അല്ല നോക്കാറില്ല. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം പരിഗണിക്കാറില്ല. മരണം കടന്നു വരുന്ന നേരത്ത് പ്രിയപ്പെട്ട വാപ്പമാരെ, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചയക്കണം എന്ന വസ്തുത മലക്കുൽ മൗത്ത് ചോദിച്ചറിയാറില്ല, അല്ലാഹു ആരായാറില്ല. മരണം കടന്നെത്തുന്ന സമയത്ത്, സകല ബന്ധങ്ങളും മറ്റുപോകുന്ന സമയത്ത്, സകല സെന്റിമെന്റ്സുകളും ഇല്ലാതെയാകുന്ന നേരത്ത്, സകല കരച്ചിലുകൾക്കും വിലയില്ലാതെയാകുന്ന നേരത്ത്, സകല കണ്ണുനീരുകൾക്കും യാതൊരു തരത്തിലുള്ള വിലയുമില്ലാതെയാകുന്ന സമയത്ത്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ, ആ മരണമെന്ന വല്ലാത്ത പ്രതിഭാസം, ആ മരണമെന്ന അതുല്യമായ പ്രതിഭാസം, ആ മരണമെന്ന അമൂല്യമായ പ്രതിഭാസം, അനുപമമായ പ്രതിഭാസം, അതെന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏതേത് താളുകളിലാണ് പിടികൂടുകയെന്നറിയില്ല. ആ മരണത്തെ കുറിച്ച് മറന്നത് കൊണ്ട് മനുഷ്യന്റെ മക്കളെ ചെയ്തു കൂട്ടുന്ന, ആദമിന്റെ മക്കളെ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ കണക്കുകളെ സഹോദരന്മാരെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം ഭയാനകമാ, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം വലുപ്പമുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയില് ഒരു +2 പഠിക്കുന്ന കുട്ടി ഒളിച്ചോടി പോകുകയാണ് തന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകുകയാണ്. +2 പഠിക്കുന്ന ദിവസങ്ങളിൽ ഇന്റർവ്യൂവിനൊരു ദിവസം പുറത്തേക്ക് വിട്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ആ കുട്ടിയോട് പറഞ്ഞു, ഐ ലവ് യു എന്ന 3 വാക്കുകൾ പറഞ്ഞപ്പോ ആ 3 വാക്കുകൾക്ക് മുന്നില് 18 കൊല്ലക്കാലത്തെ മാതാവിന്റെ താരാട്ട് പാട്ടിനെ മറന്നു കളഞ്ഞു, 18 കൊല്ലക്കാലത്തെ മാതാവിന്റെ വാത്സല്യത്തെ വിസ്മരിച്ചു കളഞ്ഞു, 18 കൊല്ലക്കാലത്തെ മാതാവിന്റെ സ്നേഹാർദ്ദമായ തലോടലുകൾ വിട്ടുകളഞ്ഞു, മറന്നു കളഞ്ഞു. അവളുടെ വാപ്പ വർഷങ്ങളോളം മരുഭൂമിയുടെ മധ്യത്തിൽ അറബിയുടെ ആട്ടും തുപ്പലും ഏറ്റുകൊണ്ട് രാവെന്നില്ലാതെ പകലെന്നില്ലാതെ കഠിനമായ വെയിലത്തും അതികഠിനമായ തണുപ്പത്തും പണിയെടുത്തുകൊണ്ട് മാസാമാസം ചെക്കിന്റെ രൂപത്തിൽ വീടിന്റെ പടിക്കലേക്ക് കടന്നു വരുന്ന വാപ്പയുടെ സ്നേഹാർദ്ദമായ ഉപഹാരങ്ങൾ മറന്നു കളഞ്ഞു, എല്ലാം മറന്നു കളഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ ആരോരും കാണാതെ നടന്നു പോകുകയാ, ആരുടെയും കണ്ണിൽപ്പെടാതെ തന്റെ കാമുകന്റെ കൂടെ നടന്നു പോകുകയാണ്. ഉമ്മാനെ വഞ്ചിച്ചുകൊണ്ട്, വാപ്പാനെ വഞ്ചിച്ചുകൊണ്ട്, കുടുംബക്കാരെ വഞ്ചിച്ചുകൊണ്ട്, സർവോപരി ലോകത്തിന്റെ നാഥനായ അള്ളാനെ വിസ്മരിച്ചുകൊണ്ട്, പടച്ച തമ്പുരാന്റെ അദാബിനെ മറന്നുകൊണ്ട്, അവന്റെ വഹ്ദാനിയത്ത്
അലീമത്തിനെ മറന്നുകൊണ്ട്, അവന്റെ ഖുദ്റത്തിനെ മറന്നുകൊണ്ട് ഒളിച്ചോടി പോകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വേളയൊന്ന് മനസ്സിലാക്കണം. ഒരുപാട് നാളുകളുടെ അന്വേഷണത്തിന് ശേഷം, ഒരുപാട് നാളുകളുടെ പരതലനത്തിന് ശേഷം ആ പെൺകുട്ടിയെയും അതിന്റെ കാമുകനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ്. അവിടെ വെച്ച് കണ്ണുനീരിൽ കുതിർന്ന വാക്കുകളുമായി, ആർദ്രനയനങ്ങളുമായി, മിടിപ്പ് കൂടുന്ന ഹൃദയവുമായി ആ പെൺകുട്ടിയുടെ മാതാവ് അതിനോട് ചോദിക്കുകയാണ്, പൊന്നുമോളെ നിനക്ക് ഉമ്മാനെ വേണ്ടേ? പൊന്നുമോളെ നിനക്ക് വാപ്പാനെ വേണ്ടടി? ഉമ്മാന്റെ താരാട്ട് പാട്ട് നീ മറന്നുപോയോ മോളെ? ഉമ്മ നിനക്ക് വേണ്ടി കരഞ്ഞത്, ഉമ്മ നിനക്ക് വേണ്ടി ചിരിച്ചത്, നീ ഒന്ന് പനിച്ച് കട്ടിലിൽ കിടന്നപ്പോ ദിവസങ്ങളോളം നിന്റെ അരികെ നിന്ന് തെറ്റാതെ ഉമ്മ നിനക്ക് സമ്മാനിച്ച ഉപഹാരങ്ങള് മറന്നുപോയോ പൊന്നുമോളെ എന്ന ഉമ്മാന്റെ ആ ചോദ്യത്തിന് മുന്നിൽ ആ പെൺകുട്ടി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ഉമ്മ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി കരയുന്നത്? എനിക്കെന്റെ സ്വാതന്ത്ര്യമില്ലേ? എനിക്കെന്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോകാൻ സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ എന്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടി നിൽക്കുന്ന നാട്ടുകാരെയും കൂടി നിൽക്കുന്ന പോലീസുകാരുടെയും മുന്നിൽ വെച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമാതാവിനെ അപമാനിച്ചുകൊണ്ട്, ആ പ്രിയപ്പെട്ട പൊന്നുമാതാവിന്റെ ഹൃദയത്തിലേക്ക് കത്തിയെടുത്ത് കുത്തിക്കൊണ്ട് കാമുകന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന യുവത്വത്തിന്റെ പ്രതീകം എന്തിന്റെ അടയാളമാ? നാളെ അഭിമുഖീകരിക്കാനിരിക്കുന്ന മരണത്തെ മറന്നതുകൊണ്ടുള്ള അടയാളമാണ്. നാളെ നേരിടാനിരിക്കുന്ന മരണത്തിന്റെ ദിനരാത്രങ്ങളെ കുറിച്ച് വിസ്മരിച്ചതിന്റെ ഫലമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീർന്നില്ല. കേരളത്തിന്റെ മുക്കുമൂലകളിൽ ആയിരക്കണക്കിന് ഉമ്മമാരുടെ കണ്ണുനീര്, ആയിരക്കണക്കിന് വാപ്പമാരുടെ കണ്ണുനീര്, ആയിരക്കണക്കിന് മാതാപിതാക്കളുടെയും ഉപ്പാപ്പമാരുടെയും ഉമ്മാമ്മമാരുടെയും കണ്ണുനീര് വീണുകൊണ്ട് നനഞ്ഞ വീടിന്റെ പ്രതലങ്ങള് സാക്ഷിയാ. മരണത്തെ മറന്നുകൊണ്ട് ജീവിതത്തിന്റെ പ്രയാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന യുവമിഥുനങ്ങളെ മനസ്സിലാക്കണേ. നിങ്ങളുടെ യുവത്വത്തിന്റെ തിളക്കുന്ന ചോരകള് യുവത്വത്തിൽ തിളച്ചു മറിഞ്ഞുകൊണ്ട് തലയോട്ടിയിലേക്ക് കടന്നു ചെല്ലുന്ന യുവത്വത്തിന്റെ സിരയുടെ തിളച്ചു മറിയല് മരണത്തിന് തടസ്സമല്ല. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരാൻ തടസ്സമല്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. പാമരനെന്നില്ല, പണ്ഡിതനെന്നില്ല, കുബേരനെന്നില്ല, ദരിദ്രനെന്നില്ല, അധികാരിയെന്നില്ല, അധീനനെന്നില്ല, വെളുത്തവനെന്നില്ല, കറുത്തവനെന്നില്ല, വിരൂപിയെന്നില്ല, സുന്ദരനെന്നില്ല, അമേരിക്കക്കാരനെന്നോ സോമാലിയക്കാരനെന്നോ വ്യത്യാസമില്ല. എല്ലാ ജീവജാലത്തിന്റെ വൈഭവങ്ങളും വൈജാത്യങ്ങളും അടങ്ങുന്ന ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ ജനിച്ചു വീണ ഓരോ ജീവിയും അനുഭവിക്കേണ്ട അതുല്യമായ പ്രതിഭാസമാണ് മരണം. ആ മരണം അനുഭവിക്കാതെ രക്ഷപ്പെടാൻ ഒരു വലിയനും സാധ്യമല്ല, ഒരു പ്രവാചകനും സാധ്യമല്ല. ആ മരണത്തിന് വല്ലാത്തൊരവസ്ഥയുണ്ട് സഹോദരങ്ങളെ. ആ മരണത്തിന്റെ മുന്നിൽ വല്ലാത്തൊരു നിസ്സഹായതയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു പെൺകുട്ടിയെ സ്കൂള് വിട്ടുകൊണ്ടുവരുന്ന തന്റെ പൊന്നുമോളെ കാത്തുനിന്ന മാതാവിന്റെ കഥപത്രത്തിന്റെ താളുകളോടെ ആർദ്രനയനങ്ങളുമായി ഞാനും നിങ്ങളും വായിച്ചതാണ്. സ്കൂള് വിട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന പൊന്നുമോളെ റോഡിന്റെ സൈഡിലെ കാത്തുനിന്ന മാതാവ് തന്റെ മകള് അപ്പുറത്തെ ഭാഗത്ത് വാഹനം ഇറങ്ങിക്കൊണ്ട് റോഡിലൂടെ ക്രോസ് ചെയ്ത് കടന്നു വരുമ്പോ ഒരു ടിപ്പർ ലോറി ഇടിച്ചുകൊണ്ട് ആ മകളുടെ തലയ്ക്ക് മുകളിലൂടെ പോയപ്പോൾ ആ മകളുടെ തലച്ചോറ് റോഡിൽ അരഞ്ഞു ചേർത്തപ്പോ ആ മാതാവ് ബോധം കെട്ട് വീഴുകയാണ്, മോഹാലസ്യപ്പെട്ട് വീഴുകയാ. ആ മകൾക്ക് വേണ്ടി ചോറിന്റെ ഉരുളകളെ വീടിന്റെ ടേബിളിൽ കരുതി വെച്ചുകൊണ്ട് വീടിന്റെ പുറത്ത് വന്ന് മകളുടെ കൂട്ടാൻ നിന്ന മാതാവിന് പടച്ചവൻ കാണിച്ചു കൊടുത്തത് മരണത്തിന്റെ അതുല്യമായ അനുപമമായ കണ്ണിൽ ചോരയില്ലാത്ത പ്രതിഭാസമാണ്. വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരം എയർപോർട്ടില് വന്നിറങ്ങിയ പ്ലെയിൻ കത്തിച്ചാമ്പലായപ്പോ മംഗലാപുരം എയർപോർട്ട്
എയർപോർട്ടിന്റെ പുറത്ത് ആയിരക്കണക്കിന് ഉമ്മമാര്, ആയിരക്കണക്കിന് ഭാര്യമാര്, നൂറുകണക്കിന് മക്കള് വർഷങ്ങളായി കാണാതിരുന്ന തന്റെ ഭർത്താവിനെ ഒന്ന് കാണാൻ, തന്റെ മാതാവിനെ ഒന്ന് കാണാൻ, തങ്ങളുടെ പിതാവിനെ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചിരുന്നപ്പോ പടച്ചവൻ അവരുടെ മുന്നിലേക്ക് കൊണ്ടുകൊടുത്തത് കത്തിക്കരിഞ്ഞ പിതാവിന്റെ ശരീരമാ, കത്തിക്കരിഞ്ഞ വികൃതമായ ഭർത്താവിന്റെ ശരീരമാ, കത്തിക്കരിഞ്ഞ വികൃതമായ മക്കളുടെ ശരീരമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിന്റെ സംഹാര താണ്ഡവമാണത്. ഒരു ശക്തിക്കും തടുക്കാൻ സാധിക്കാത്ത, ഒരു ശാസ്ത്രത്തിനും തടുക്കാൻ സാധിക്കാത്ത, ഒരു സാങ്കേതിക വിദ്യ കൊണ്ടും തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത മരണത്തിന്റെ അതുല്യമായ അനുപമമായ പ്രതിഭാസമാണത്. ലോകത്തെ മുഴുവനും മടക്കി ഭരിച്ചിരുന്ന ഒരു വാപ്പയുടെയും മകന്റെയും കഥ നമുക്കറിയാം. കുബേരന്മാരായിരുന്ന അവര് ആകാശത്തിന്റെ അനന്തവിഹായസുകളിലൂടെ അവരുടെ സ്വന്തം വിമാനം കൊണ്ട് വട്ടമിട്ട് പറക്കുന്ന സമയത്ത് ആ വിമാനത്തിനൊരു സാങ്കേതികമായ തകരാറ് വന്നപ്പോ വിമാനം തകർന്നുകൊണ്ട് മരണത്തിന്റെ വായിലേക്ക് ഞങ്ങൾ അകപ്പെടാൻ പോകുകയാണെന്ന് വാപ്പയും മകനും തിരിച്ചറിഞ്ഞപ്പോ ആകാശത്തിന്റെ അനന്തവിഹായസിൽ വെച്ച് ആ വാപ്പയും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഭൂമിയിലേക്കൊന്ന് ലാൻഡ് ചെയ്താൽ അവർക്ക് ആയിരക്കണക്കിന് ഏക്കറുകളുള്ള സ്ഥലങ്ങളുണ്ട്. ഭൂമിയിലേക്കൊന്ന് ലാൻഡ് ചെയ്താൽ ആയിരക്കണക്കിന് ഏക്കറുകളുടെ എസ്റ്റേറ്റുകളുണ്ട്. അമ്പരചുംബികളായ മേഘങ്ങളെ ചുംബിച്ചു നിൽക്കുന്ന കെട്ടിട സമുച്ചയത്തിന്റെ ഉടമകളാണ്. പക്ഷേ ആകാശത്തിന്റെ അനന്തവിഹായസിൽ വെച്ച് സ്വന്തം വിമാനത്തിൽ വട്ടമിട്ട് പറക്കുന്ന സമയത്ത് അള്ളാന്റെ കൽപ്പന മരണത്തിന്റെ രൂപത്തിൽ നേരിടേണ്ടി വന്നപ്പോ ആയിരക്കണക്കിന് ഏക്കറുകൾ ഉപകാരപ്പെട്ടില്ല. ആ മകന്റെയും വാപ്പയുടെയും സമ്പത്ത് ഉപകാരപ്പെട്ടില്ല. നൂറുകണക്കിന് പടയാളികൾ ഉപകാരപ്പെട്ടില്ല. തങ്ങളുടെ പിറകിൽ നിന്ന് സിംബാബാദ് വിളിക്കുന്ന ആയിരക്കണക്കിന് ശിങ്കിടികളെ രക്ഷപ്പെടുത്താൻ വന്നില്ല. അതാണ് സഹോദരങ്ങളെ മരണം. അതാണ് മരണത്തിന്റെ പ്രതിഭാസം. ആർക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത മരണത്തിന്റെ പ്രതിഭാസം. ആ മരണത്തിന് രണ്ടവസ്ഥയുണ്ട് സഹോദര. ആ മരണത്തിന് നല്ല അവസ്ഥയുണ്ട് സഹോദര. ആ മരണത്തിന് മോശമായ അവസ്ഥയുണ്ട്. സൂറത്തുൽ ഫാത്തിറിലൂടെ പടച്ചവൻ പറഞ്ഞു തന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദീഹിം أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وبما كنتم تستكبرون. പ്രവാചകരെ, സ്വന്തം ശരീരങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്ന ആളുകളുടെ അവസ്ഥയെങ്ങാനും നീ കാണുകയാണെങ്കിൽ പ്രവാചകരെ, പൊന്നനുജന്മാരെ, അടിവരയിട്ട് മനസ്സിലാക്കണേ, നീയും ഞാനും നേരിടാൻ പോകുന്ന മരണത്തിന്റെ അവസ്ഥയാ. വൽ മലായികതു ബാസിതു ഐദീഹിം أخرجوا أنفسكم اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وبما كنتم تستكبرون. മാലാകമാരവന്റെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് അവനെ ആഞ്ഞടിക്കുകയാണ്. അവന്റെ മുതുകത്തേക്ക് ആഞ്ഞടിക്കുകയാ, അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ മുഴുവനും മാലാകമാരുടെ ദണ്ഡിന്റെ പ്രഹരമാണ്, മാലാകമാരുടെ അദാബാണ്. മാലാകമാരവന്റെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ആക്രോശിക്കുകയാം. അഖ്രിജൂ അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വബിമാ കുൻതും തസ്തക്ബിറൂൻ. ഇന്നേ ദിവസം നിനക്ക് നീചമായ നിന്ദ്യമായ ശിക്ഷയുടെ ദിവസമാണ് മോനെ. ഇന്നേ ദിവസം നിനക്ക് നിന്ദ്യമായ ദിവസമാണ്. അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വബിമാ കുൻതും തസ്തക്ബിറൂൻ. നീചമായ നിന്ദ്യമായ ശിക്ഷയുടെ ദിവസമാണ്. എന്തേ കാരണം? ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ്
الحق وبما كنتم تستكبرون. ലോകൈകനാഥനായ അല്ലാഹനെ കുറിച്ച് നീ കളവ് പറഞ്ഞില്ലേ? പടച്ച തമ്പുരാനെ കുറിച്ച് നീ കളവ് പറഞ്ഞില്ലേ? അല്ലാഹനെ കുറിച്ച് നീ കളവ് പറഞ്ഞില്ലേ? പാവപ്പെട്ട പാമരജനങ്ങളുടെ മുന്നിൽ അല്ലാഹന്റെ അസ്തിത്വത്തെ കുറിച്ച് നീ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അല്ലാഹുവിലേക്ക് ദല്ലാളന്മാരെ വേണമെന്ന് പാവപ്പെട്ട അറിവില്ലാത്ത ജനതയെ നീ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വബിമാ കുൻതും തസ്തക്ബിറൂൻ. നീ കിബർ നടിക്കുന്നവനായിരുന്നു, അഹങ്കാരിയായിരുന്നു. ഭൂമിയുടെ പ്രതലത്തിലൂടെ നീ നടക്കുമ്പോ നിന്നോട് ഉപദേശിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, നിനക്ക് സതുപദേശങ്ങൾ നൽകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ അഹങ്കാരം കാരണം അതൊന്നും തന്നെ നിനക്ക് സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ മാലാഖമാരാ മനുഷ്യന്റെ ശരീരത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് പ്രഹരിക്കുകയാ, അവനെ അടിക്കുകയാണ്, അവനോട് ആക്രോശിക്കുകയാണ്. അവന്റെ ആത്മാവതാ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയുകയാ, പേടിച്ച് ഭയന്നുകൊണ്ട് ശരീരത്തിന്റെ അകത്തളങ്ങളിലേക്ക് വലിയുകയാണ്. അല്ലാഹുവിന്റെ മാലാഖമാരുടെ അതികഠിനമായ അടിയുടെ ഫലമായി കൊണ്ട് ആത്മാവ് പുറത്തേക്ക് വരും. ആ ആത്മാവിനെയും കൊണ്ട് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കടന്നു പോകുമ്പോ ഓരോ ആകാശത്തിന്റെ ഓരോ മടക്കുകളിലെത്തുമ്പോഴും അവിടെയുള്ള മലക്കുകളെ ചോദിക്കുകയാണ്, എന്തൊരു നാറ്റമാണ്, എന്തൊരു ദുർഗന്ധമാണ്, ഏതൊരു മനുഷ്യന്റേതാണ് ഈ ആത്മാവ്? ആരാണ് മരണപ്പെട്ടത്? ഏത് നീചനാണ് മരണപ്പെട്ടത്? ഏത് നിന്യമാണ് മരണപ്പെട്ടത്? മരണത്തോടുകൂടി നാന്തി കുറിക്കുകയാണ് അവന്റെ ആത്മാഭിമാനത്തിന്, മരണത്തോടുകൂടി നാന്തി കുറിക്കുകയാണ് അവന്റെ അന്തസ്സിന്, മരണത്തോടുകൂടി നാന്തി കുറിക്കുകയാണ് ഭൂമിയെ ചവിട്ടിപ്പൊളിക്കാൻ മാത്രമുണ്ടായിരുന്ന, അതിനു മാത്രം ഹുങ്കുണ്ടായിരുന്ന അവന്റെ അഹങ്കാരത്തിന്. അന്ന് തൊട്ടവന്റെ കഷ്ടകാലമാ, അന്ന് തൊട്ടവന്റെ പണ്ടാരമാണ്, അന്ന് തൊട്ടവനെ യാതൊരു തരത്തിലുള്ള സാന്ത്വനവുമില്ല, അന്ന് തൊട്ടവന് യാതൊരു തരത്തിലുള്ള സമാധാനവുമില്ല. അതേ ഖുർആനിന്റെ താളുകൾ മറ്റൊരു മനുഷ്യന്റെ ഭരണത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തില് അവന്റെ അടുത്തേക്ക് മാലാഖമാര്, വെള്ള വസ്ത്രധാരികളായ മാലാഖമാര്, സുമുഖന്മാരായ മാലാഖമാര്, സുഗന്ധം പൂശിയ മാലാഖമാര് ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലയോ ശാന്തി പ്രാപിച്ച ആത്മാവേ, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ദുഃഖങ്ങളില്ലാത്ത, സന്താപങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, വിഷാദങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ഇടങ്ങേറുകളില്ലാത്ത ആത്മാവേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയാ റാദിയതൻ മർദിയാ. നിന്നെ കുറിച്ച് നിന്റെ റബ്ബ് തൃപ്തനാണ് മോനെ, നിന്റെ റബ്ബിനെ കുറിച്ച് നീ തൃപ്തനാണ് പൊന്നുമോനെ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിയാറുകളായ സദ്വൃത്തരായ അടിയാന്മാരുടെ ഇടയിലേക്ക് നീ പ്രവേശിച്ചു കൊള്ളുക. ആറുകൾ ഒഴുകുന്ന, നദികൾ ഒഴുകുന്ന, കിളികൾ പാട്ടുപാടുന്ന, സമാധാനത്തിന്റെ വാക്കുകളെ മാത്രം ഉയരുന്ന, സന്താപത്തിന്റെ വാക്കുകളില്ലാത്ത, കണ്ണുനീരിന്റെ കഥനകഥകളില്ലാത്ത സ്വർഗത്തിന്റെ അനന്തമായ വിഹായസിലേക്ക് പൊന്നുമോനെ നീ പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ വചനമാണ്, അവന്റെ മാലാഖമാരുടെ വചനമാണ്. മരണത്തിന്റെ സമയത്തൊരു മനുഷ്യൻ നേരിടാൻ പോകുന്ന വചനമാ. ദാലികൽ ഫൗസുൽ കബീർ. പൊന്നു പ്രിയപ്പെട്ട മുസ്ലിമേ, അതാണ് ഏറ്റവും വലിയ വിജയം. ജീവിതത്തിന്റെ നാന്തി കുറിക്കുന്ന സമയത്ത് മാലാഖമാര് കടന്നു വന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും പറയുന്ന വചനം എന്താ? ആ വചനത്തെ അടിസ്ഥാനമാക്കിയിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും വചനം. ഒന്ന്
ചിന്തിച്ചു നോക്കണേ, ഒന്നാലോചിച്ചു നോക്കണേ. ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ മക്കളതാ എന്റെ കട്ടിലിന് ചുറ്റും നിൽക്കുകയാണ്. അവരെ കണ്ണുനീര് പൊഴിക്കുകയാണ്. അവരെ വാപ്പാന്റെ മുഖം നോക്കിക്കൊണ്ട് കരയുകയാ. വാപ്പ വിട പറയാൻ പോകുകയാണ്. ഈ ലോകത്ത് നിന്ന് മായി മറഞ്ഞു പോകാൻ പോകുകയാ. വാപ്പ ഇനി ഞങ്ങൾക്കില്ല. പക്ഷേ ആ സമയത്തും എന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആഹ്ലാദത്തിന്റെ തിരമാലകളാണ്, സന്തോഷത്തിന്റെ തിരമാലകളാണ്, സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത്. ഒരു പക്ഷേ എന്റെ കണങ്കാലുകൾ തമ്മിൽ കൂട്ടിയുരിഞ്ഞേക്കാം. സൂറത്തുൽ ഖിയാമയിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞ വല്ലാത്തൊരവസ്ഥയാണത്. ഒരുപക്ഷെ എന്റെ കണങ്കാലുകൾ തമ്മിൽ ഉരഞ്ഞേക്കാം. എന്റെ കണ്ണിന്റെ കൃഷ്ണമണികൾ മുകളിലോട്ട് ഉയർന്നേക്കാം. ഞാൻ എന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ വേഗതകൾ കൂട്ടിയേക്കാം. എന്റെ ശരീരമാകെ വിയർത്തിരിക്കാം. ഞാൻ ആകെ പരിഭ്രമിക്കുന്നുണ്ടായിരിക്കാം. എന്റെ മരണത്തിന്റെ പരിഭ്രമം കണ്ടുകൊണ്ട് ദുഃഖിച്ചു നിൽക്കുന്ന എന്റെ മക്കൾക്കറിയില്ല വാപ്പ അനുഭവിക്കുന്ന അതുല്യമായ സമാധാനത്തെ കുറിച്ച്, വാപ്പ അനുഭവിക്കുന്ന അതുല്യമായ ശാന്തിയെ കുറിച്ച്, വാപ്പയുടെ ചെവികളെ സാക്ഷിയാകുന്ന അതുല്യമായ അമൂല്യമായ അള്ളാന്റെ അടുത്ത് നിന്നുള്ള സമാധാനത്തിന്റെ വാക്കുകളെ കുറിച്ച്. സഹോദരങ്ങളെ, അതാണ് വിജയം, അതാണ് വിജയം, അതാണ് വിജയം. ദാലിക്കൽ ഫൗസുൽ കബീർ. അതാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നേടാനിരിക്കുന്ന ഏറ്റവും വലിയ വിജയം. എൻട്രൻസിന്റെ റിസൾട്ട് വരുമ്പോ അതിൽ റാങ്ക് കുറഞ്ഞു പോയോ അനുജ, അതിൽ റാങ്കിന്റെ സ്ഥാനം ഒരുപാട് താഴെയായോ, നിന്റെ കണ്ണുകൾ നിറയരുത്, നിന്റെ ഹൃദയം വിലപിക്കരുത്. എൻട്രൻസ് അടുത്ത വർഷവും എഴുതാം, അടുത്ത വർഷവും വേണമെങ്കിൽ നിനക്ക് എക്സാം ഹാളിലേക്ക് പോകാം. പക്ഷേ ജീവിതം ഒന്നേയുള്ളൂ മോനെ. നാളെ മഹ്ശറാവൻ സഭയില് നിന്റെ ചാർട്ട് പടച്ച തമ്പുരാൻ തരുന്ന സമയത്ത് അതില് നീ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഒരവസരമില്ല മോനെ. തിരിച്ചു വന്നുകൊണ്ടോ ഈ ദുനിയാവിലെ ജീവിതങ്ങളെ തിരുത്താനൊരു സമയമില്ല പൊന്നുമോനെ. എൻട്രൻസ് പരീക്ഷയിലെ നീ തോറ്റാൽ ഒരുപക്ഷെ നിന്നെ വാപ്പ ചീത്ത പറയും, ഉമ്മ ചീത്ത പറയും. ആ ചീത്ത പറച്ചിലിനെ അഭിനന്ദനങ്ങളാക്കി മാറ്റാൻ ഒരു വർഷം നിന്റെ മുന്നിലുണ്ട്. പക്ഷേ അള്ളാന്റെ മഹ്ശറയിലേക്ക് കടന്നു പോയാൽ നാളെ നിന്റെ കയ്യിലേക്ക് നിന്റെ ജീവിതത്തിന്റെ ഗ്രന്ഥം നൽകപ്പെടുന്ന ഒരു സമയമുണ്ട്. ജീവിതത്തിന്റെ മുക്കുമൂലകളിൽ നീ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം തുറന്നുകൊണ്ട് നീ പറയുകയാ, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ. റബ്ബേ, എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്, എന്തൊരാശ്ചര്യത്തിന്റെ ഗ്രന്ഥമാണിത്. ഞാൻ എന്റെ ജീവിതത്തിന്റെ ബുക്കുമൂലകളിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ ഏകീകൃതമാണല്ലോ. ആരോരും കാണാതെ, ആരോരും അറിയാതെ ജീവിതത്തിന്റെ ഒരുപാട് രാത്രികളിൽ ഏതോ ഒരു രാത്രി എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു ലോഡ്ജിലോ, തീരെ പരിചയമില്ലാത്ത ഒരു നാട്ടിലെ ഒരു ലോഡ്ജിൽ വെച്ച് ഒരു അര ഗ്ലാസ് കള്ള് ഞാൻ കുടിച്ചിരുന്നു. അതെന്റെ ജീവിതത്തിന്റെ പ്രയാണത്തിൽ എപ്പോഴോ ഞാൻ മറന്നുപോയി. പക്ഷേ ഇതാ അതിന്റെ തീയതിയടക്കം, അതിന്റെ സമയമടക്കം, അതിന്റെ സൂര്യോദയത്തിന്റെ ചലനങ്ങളടക്കം ഇതാ എന്റെ ഗ്രന്ഥത്തിൽ പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. എന്റെ വിധിയുടെ കിതാബുകളിൽ പടച്ച തമ്പുരാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാലിഹാദൽ കിതാബ്. സഹോദരങ്ങളെ, പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ എത്തുമ്പോ നമ്മുടെ കയ്യിലേക്ക് ഒരു ഗ്രന്ഥം നൽകാനുണ്ട്. ആ ഗ്രന്ഥം വായിച്ചു നോക്കി ഓരോ മനുഷ്യനും പറയുന്നത് ഇങ്ങനെയാണ്. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വചനം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. സങ്കടത്തോടുകൂടി, ആശ്ചര്യത്തോടുകൂടി ഓരോ മനുഷ്യനും പറയാം, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ. എന്തൊരു ഗ്രന്ഥമാണിത്, എന്തൊരു അത്ഭുതത്തിന്റെ ഗ്രന്ഥമാണിത്. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ആരോരും കാണാതെ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഓരോ മുക്കുമൂലകളിലും
വളരെ വ്യക്തമായി ഇതിൽ രേഖീകൃതമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രന്ഥം തുറന്നു നോക്കുമ്പോ പ്രിയപ്പെട്ട അനുജാത് തിരുത്താൻ നമുക്ക് സാധ്യമല്ല. ആ ഗ്രന്ഥത്തിലുള്ള ഒരൊറ്റ വരി പോലും മാറ്റി തിരുത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. ആ ഗ്രന്ഥത്തിലുള്ള ഒരു കഷണം പോലും തിരുത്തിക്കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കാൻ നമുക്ക് സാധ്യമല്ല. അതാണ് പരലോകം. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ അവരുടെ ഓരോ പ്രവർത്തനത്തിനും ഉചിതമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന ഒരു ദിവസം, അവരുടെ ഓരോ പ്രവർത്തനത്തിനും അനുചിതമായ പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന വല്ലാത്തൊരു ദിവസം. وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ. അന്നേ ദിവസം ആരാണോ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, ആരാണോ നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്, ഫഖദ് ഫാസ് അവനാണ് വിജയി, അവനാണ് വിജയി. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്, ഈ ലോകത്തെ അടിച്ചുപൊളി എന്ന് പറയുന്നത്, ഈ ലോകത്തെ ആഹ്ലാദങ്ങൾ എന്ന് പറയുന്നത്, ഈ ലോകത്തെ സന്തോഷം എന്ന് പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അത് കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ളതാ, അത് വഞ്ചനയുടേതാ, അത് ചതിയുടേതാ, അതിൽ യാതൊരു തലത്തിലുള്ള കഴമ്പുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നനുജ, പൊന്നുജ്യേഷ്ഠ, ഈ ജീവിതത്തിന്റെ ഒച്ചപ്പാടുകളിൽപ്പെട്ട്, ഈ ജീവിതത്തിന്റെ ആഹ്ലാദത്തിമുറുപ്പുകളിൽപ്പെട്ട് നാളെ നിനക്ക് കിട്ടാനിരിക്കുന്ന അനശ്വരമായ ശാശ്വതമായ പരലോകത്തിന്റെ ഗേഹത്തെ നീ മടക്കിക്കളയരുതേ. പരലോകത്തിന്റെ സ്വർഗത്തിനെ നീ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയരുതേ. ആ സ്വർഗത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകണേ, ആ സ്വർഗത്തെ കുറിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കണേ. സൂറത്തു സുമറിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞു തന്ന വചനം, വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. നാളെ അല്ലാഹനെ സൂക്ഷിച്ച ആളുകള് അധർമ്മത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ ജീവിക്കുന്ന സമയം ധർമ്മത്തിന്റെ ദീപശിഖ നെഞ്ചിലേറ്റിക്കൊണ്ട് അധർമ്മത്തിന്റെ കോട്ടകളിലേക്ക് കടന്നുപോയി വഹ്ദാനീയത്തിന്റെ വചനമുച്ചരിച്ച ഉന്നതന്മാരായ സദ്ബുദ്ധരായ ജനങ്ങള് നാളെ അല്ലാഹന്റെ കോടതിയിലെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന സമയം, അല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നതി സുമറാ, കൂട്ടം കൂട്ടമായി കടന്നു പോകുന്ന സന്ദർഭം അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ മാലാകമാരവരോട് പറയുകയാ, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ശാന്തി, തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, അണമുറിയാത്ത സന്തോഷത്തിന്റെ ഗേഹത്തിലേക്ക്, ഒരിക്കലും അവസാനിക്കാത്ത സമാധാനത്തിന്റെ വീട്ടിലേക്ക്, ഒരിക്കലും മറ്റുപോകാത്ത ശാന്തിയുടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണത്തിന് അറുതിയില്ല, നിങ്ങൾക്ക് നൽകപ്പെട്ട ആയുസ്സിന് അറുതിയില്ല. ആ സ്വർഗത്തെ കുറിച്ച് ഹൈന്ദവ പുരാണങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗേ ലോകേന ഭയം കിഞ്ചനാസ്തി നദത്രദം നജരയാ ബിബേദി ഉബേ തീർത്ഥാശനായ ബിബാസേ ശോകാധികോ മോദദേ സ്വർഗേ ലോകേ. സ്വർഗമെന്ന ലോകത്ത് ഭയമെന്ന വികാരത്തിന് സ്ഥാനമില്ല. സ്വർഗമെന്ന ലോകത്ത് ജരാനരകളില്ല. സ്വർഗമെന്ന ലോകത്ത് നിന്റെ എല്ലിന്റെ തുമ്പുകൾ ബലക്ഷയത്തിന് വിപരീതമാകുകയില്ല. നിന്റെ തൊലിയുടെ പുറങ്ങൾ ചുളിയുകയില്ല. നിന്റെ കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെടുകയില്ല. നിന്റെ ചെവിയുടെ കേൾവിയുടെ ഡെസിബൽ കുറഞ്ഞു പോകുകയില്ല.
പോകുകയില്ല. നിന്റെ നാവിന് പടച്ചവൻ നൽകിയ വാചാലതയ്ക്ക് യാതൊരു തരത്തിലുള്ള കുറവും സംഭവിക്കുകയില്ല. ആ സ്വർഗത്തില് വാർദ്ധക്യമില്ല, ആ സ്വർഗത്തില് മരണമില്ല. ആ സ്വർഗം നേടുക എന്നതാകണം മുഅ്മിനീങ്ങളെ നമ്മുടെ അന്തിമമായ ലക്ഷ്യം, മുസ്ലിമീങ്ങളെ നമ്മുടെ അന്തിമമായ ലക്ഷ്യം. അതിന് വിപരീതമായ മറ്റൊരു സ്ഥലമുണ്ട്. നരകമെന്ന വല്ലാത്ത ഗേഹമാണിത്, നരകമെന്ന പാതാളമാണിത്. സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിലൂടെ പടച്ചവൻ പഠിപ്പിച്ചു തന്ന നരകം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സത്യവിശ്വാസികളെ, നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക, നരകത്തിന്റെ ഭീകരമായ അദാബിൽ നിന്ന് കാത്തുകൊള്ളുക. അങ്ങനെയുള്ളൊരു നരകമാണത്. വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. ആ നരകത്തിന്റെ അകത്തളങ്ങളിലേക്ക് കത്തിക്കപ്പെടുന്നത്, ആ നരകത്തിന് വിറകായി ഉപയോഗിക്കുന്നത് കല്ലുകളാണ്, പാറക്കല്ലുകളാണ്. പ്രിയപ്പെട്ട മനുഷ്യരെ, ഏതൊരു കല്ലുകളാണോ അടുപ്പ് കൂട്ടാൻ വേണ്ടി ഈ ദുനിയാവിൽ നാം ഉപയോഗിക്കുന്നത്, ഏതൊരു കല്ലുകളാണോ തീക്ക് കിടങ്ങ് കെട്ടിക്കൊണ്ട് നാം ഉപയോഗിക്കുന്നത്, ആ കല്ലുകളതാ നരകത്തിന്റെ പാതാളത്തിൽ വെച്ച് കത്തിക്കപ്പെടുകയാ. വഖൂദുഹൻ നാസു വൽ ഹിജാറ. ആ കല്ലിന്റെ കൂടെ കത്തിയമർത്തപ്പെടുന്നത് മജ്ജയുള്ള മനുഷ്യരാണ്, മാംസമുള്ള മനുഷ്യരാണ്, വികാരമുള്ള മനുഷ്യരാണ്, വിചാരമുള്ള മനുഷ്യരാണ്, വേദനയുള്ള മനുഷ്യരാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിന് കാവൽക്കാരുണ്ട് മക്കളെ. ഓരോ നിമിഷവും നരകത്തിന്റെ നിവാസികള് നരകത്തിന്റെ പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന സമയം അള്ളാന്റെ അതിശക്തന്മാരായ മാലാകമാര്, കണ്ണിൽ ചോരയില്ലാത്ത മാലാകമാര്, സങ്കടം എന്തെന്നറിയാത്ത മാലാകമാര്, സാന്ത്വനത്തിന്റെ വാക്കുകൾ എന്തെന്നറിയാത്ത മാലാകമാര്, സമാധാനം പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത മാലാകമാര്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. അതിശക്തന്മാരായ പരുക്കന്മാരായ അള്ളാന്റെ മാലാകമാരവന്റെ ദണ്ടുപയോഗിച്ചുകൊണ്ട് നരകത്തിന്റെ പാതാളത്തിലേക്ക് അടിച്ചിടുകയാ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൊടുത്ത ഒരു കൽപ്പന പോലും അവർ ധിക്കരിക്കുകയില്ല, പടച്ചവന്റെ ഒരു വാക്ക് പോലും അവർ ധിക്കരിക്കുകയില്ല. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരോക്ഷമായും പരസ്യമായും നിഷേധിച്ച് തള്ളിയ തെമ്മാടികള് നാളെ അല്ലാഹ് ഒരുക്കിയ നരകത്തിന്റെ പാതാളത്തിൽ വെച്ച് ശിക്ഷ അനുഭവിക്കുന്ന ദിവസം കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അവരുടെ ഓരോ തൊലികളും നരകത്തിന്റെ ജ്വാലകളെ വിഴുങ്ങിക്കളയുന്ന സമയം, അവരുടെ തൊലിപ്പുറങ്ങള് കത്തിക്കൊരിഞ്ഞുകൊണ്ട് ഇല്ലാതെയാകുന്ന സമയം ബദ്ദൽനാഹും ജുലൂദാ, അതിന് പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, നിങ്ങൾ ടേസ്റ്റ് ചെയ്തു കൊള്ളുക, ഫലൻ നസീദകും ഇല്ലാ അദാബാ. ഇന്നേ ദിവസം ശിക്ഷയല്ലാതെ, അദാബിന്റെ ചമ്മട്ടിയല്ലാതെ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നതല്ല എന്ന സൃഷ്ടാവിന്റെ വെല്ലുവിളിയുടെ വചനമാണ്, അവന്റെ ആക്രോശത്തിന്റെ വചനമാണ്. അഹങ്കാരം കൊണ്ട് നടക്കരുത് അനുജന്മാരെ, അഹങ്കാരം കൊണ്ട് നടക്കരുത് മുസ്ലിമീങ്ങളെ. എന്താ ഒരു മുസ്ലിമിന്റെ അടയാളം? വല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂൻ
ജാഹിലൂന ഖാലൂ സലാമാ. വിനയാന്വിതരായിക്കൊണ്ട് ഭൂമിയുടെ പ്രതലത്തിലൂടെ നടക്കുന്നവരാണ് മുസ്ലിമീങ്ങള്. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. തർക്കികളായ വിഡ്ഢികൾ അവരോട് വന്നുകൊണ്ട് വല്ല കാര്യത്തിനും തർക്കിക്കാൻ നിന്നാൽ സമാധാനത്തിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടവർ സമാധാനത്തോടുകൂടി പോകുന്നതാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രായമുള്ളവരെ, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞവനാണ് ഈ പറയുന്നതെന്ന് വിചാരിച്ച് വാക്കുകളെ തള്ളിക്കളയാൻ അവകാശമില്ല. അത് അഹങ്കാരികളുടെ അടയാളമാണ്. അഹങ്കാരം നിങ്ങളെ ചെന്നെത്തിക്കുക അല്ലാഹു ഒരുക്കി വെച്ച നരകത്തിന്റെ പാതാളത്തിലേക്കാണ്. ആര് നല്ലത് പറഞ്ഞാലും ആര് സത്യം പറഞ്ഞാലും ധർമ്മത്തിലധിഷ്ഠിതമായ ഉപദേശം ഏതൊരു മനുഷ്യൻ നടത്തിയാലും അതെത്ര കറുത്തവനാകട്ടെ, എത്ര നീചനാകട്ടെ, നിന്യനാകട്ടെ, ആര് നടത്തിയാലും ഇത് സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അല്ലാത്ത പക്ഷം മരണത്തിന്റെ സമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് നമ്മോട് ഇങ്ങോട്ട് ആക്രോശിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നരകമെന്ന അല്ലാഹു ഒരുക്കി വെച്ച സംവിധാനത്തിന് ഒരുപാട് ഭീകരതയും ഭയാനകതയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മാഇദയിലൂടെ നമ്മോട് ഉണർത്തിയ ആയത്ത്, الذين كفروا بآياتنا سوف نصليهم نارا كلما نضجت جلودهم بدلناهم جلودا غيرها ليذوقوا العذاب إن الله كان عزيزا حكيما. വല്ലാത്തൊരു വചനമാണ്. കാരണം അവരുടെ ഓരോ തൊലികളും നശിച്ച് ഇല്ലാതെയാകുമ്പോ പകരമായി മറ്റൊരു തൊലി കൊടുത്തുകൊണ്ട് അവരോട് പടച്ചവൻ പറയുകയാ, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ഫലൻ നസീദകും ഇല്ലാ അദാബ, ഇന്നേ ദിവസം ശിക്ഷയല്ലാതെ നിങ്ങൾക്ക് മറ്റൊന്നും തന്നെ വർദ്ധിപ്പിച്ചു തരികയില്ല. സഹോദരങ്ങളെ, നരകത്തെ കുറിച്ച് ഒരുപാട് ഒരുപാട് വചനങ്ങൾ ഖുർആനിലൂടെ വന്നിട്ടുണ്ട്. ആ നരകത്തെ കുറിച്ച് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ അടുത്ത് നിന്ന് ഉണ്ടാകരുത്. നാളെ മഹ്ശറയിൽ എല്ലാവരും കടന്നു വരുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹാഖയിലൂടെ നമുക്ക് ആ രംഗം പറഞ്ഞു തന്നു. فأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا. വൃത്തികെട്ട മനുഷ്യന്മാർക്ക് അവരുടെ ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെടുന്ന സന്ദർഭം, ആ ഗ്രന്ഥം തുറന്നു നോക്കിക്കൊണ്ട് ആ മനുഷ്യൻ പറയുകയാ, ഫയഖൂലു യാ ലൈതനീ ലം ഊത കിതാബിയാ, എന്റെ ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നു തമ്പുരാനെ, എന്റെ ഈ ഗ്രന്ഥം എനിക്ക് തരപ്പെട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നു തമ്പുരാനെ. വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ മാ അഗ്നാ അന്നി മാലിയാ. ഈ ഹിസാബ് എന്ന വല്ലാത്ത ദിവസം എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ ദിവസത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല, ഈ ദിവസത്തെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ചിന്തയും എനിക്ക് ഉണ്ടായിരുന്നില്ല. മാ അഗ്നാ അന്നി മാലിയാ, എവിടെയാണ് എന്റെ പണത്തിന്റെ കൂമ്പാരം, എവിടെയാണ് റബ്ബേ എന്റെ സമ്പത്ത്, എവിടെയാണ് റബ്ബേ എന്റെ എസ്റ്റേറ്റുകള്, എവിടെയാണ് റബ്ബേ അമ്പരചുംബികളായ എന്റെ കെട്ടിടത്തിന്റെ സമുച്ചയങ്ങള്. നാദാ മാ അഗ്നാ അന്നി മാലിയാ, എന്റെ ധനങ്ങളൊന്നും എനിക്ക് ഉപകരിച്ചില്ലല്ലോ തമ്പുരാനെ. ഹലക അന്നി സുൽത്താനിയാ, എന്റെ പരിവാരങ്ങൾ എവിടെയാണ് നാദാ, എന്റെ
എന്റെ അടിയാറുകൾ എവിടെയാണ് നാഥ? എന്റെ ശിംഗലകൾ എവിടെയാ? എന്റെ പിറകെ നിന്നുകൊണ്ട് സിന്ദാബാദ് വിളിച്ചിരുന്ന ആയിരക്കണക്കിന് അനുയായികൾ എവിടെയാ? ഓരോ മനുഷ്യനും നാളെ മഹ്ശറാ സഭയിൽ വെച്ച് അള്ളാന്റെ കോടതിയിൽ വെച്ച് വിലപിക്കുന്ന വല്ലാത്ത ദിവസം. ഹലക അന്നീ സുൽത്താനിയാ, എന്റെ അധികാരമെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അവിടെ വെച്ച് പടച്ചവനതാ ഓർഡർ കൊടുക്കുകയാണ്, പടച്ചവനതാ കൽപ്പന കൊടുക്കുകയാ. ഖുദൂഹു ഫഗുല്ലൂ തുമ്മൽ ജഹീമ സല്ലൂ ثم في سلسلة ذرعها 70 ذراعا فاسلكوه. ആ ചമ്മാടിയെ പിടിച്ചു കെട്ടുക, അവന്റെ ഇരു കരങ്ങളിലും ആമം വെക്കുക. തുമ്മൽ ജഹീമ സല്ലൂ, കത്തിയാളുന്ന നരകത്തിന്റെ പാതാളത്തിലേക്ക് അവനെ ആനയിക്കുക. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ, അവന്റെ രണ്ട് കരങ്ങളും 70 മുഴം വരുന്ന ചങ്ങലയിൽ ബന്ധിച്ചു കൊള്ളുക. എന്തിനാണ് ഇത്രയും വലിയ ചങ്ങല? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണേ, നരകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വലുപ്പത്തെ കുറിച്ച് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നു. അവന്റെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്ക് ഒരുപാട് ദിവസത്തെ വഴി ദൂരമാ. അവന്റെ ഒരു പല്ല് തന്നെ ഉഹുദ് മലയുടെ എത്ര വലിപ്പമുണ്ടാകും. എന്തിനു വേണ്ടിയാണെന്നറിയുമോ? അള്ളാന്റെ അദാബ് അനുഭവിക്കാൻ, പടച്ചവന്റെ ശിക്ഷ അനുഭവിക്കാൻ, അവൻ നൽകുന്ന ദുരിതം അനുഭവിക്കാൻ. അങ്ങനെ ആ ചങ്ങലയില് ബന്ധിക്കപ്പെട്ട മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വന്ന് അവനെ എന്തിനു വേണ്ടി അവരെ ഇത്തരത്തിലേക്ക് ശിക്ഷിച്ചു എന്ന് പറയുക. സൂറത്തിന്റെ തന്നെ അടുത്ത വചനങ്ങൾ, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون. എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്നത്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, മഹോന്നതനായ തമ്പുരാനെ കുറിച്ച് അവൻ വിശ്വസിച്ചിരുന്നില്ല, പുറമെ വിശ്വാസം നടിച്ചിരുന്നു. 5 വഖത്ത് പള്ളിയിലേക്ക് പോയിരുന്നു, സകാത്ത് നൽകിയിരുന്നു, ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു, റമദാൻ മാസം നോമ്പെടുത്തിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളില് പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസമുണ്ടായില്ല. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, അവന്റെ വീടിന്റെ അമ്പരച്ചുംബികളായ അവന്റെ വീടിന്റെ ഉള്ളില് പട്ടുമെത്ത വിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന സമയം 3 നേരവും 4 നേരവും മാട് ബിരിയാണിയും കോഴി ബിരിയാണിയും വെക്കുന്ന നേരത്ത് അവന്റെ തൊട്ടപ്പുറത്തെ വീട്ടില് അരപ്പട്ടിണിയും മുക്കാപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ജീവിതത്തെ തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട പട്ടിണിയുടെ പ്രതീകങ്ങളായ പാമര ജനങ്ങൾ ഉണ്ടായിട്ടും ആ ജനങ്ങളെ ഒന്ന് മൈൻഡ് ചെയ്യാൻ, ആ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ആ പാവപ്പെട്ട മനുഷ്യരുടെ കണ്ണിലൂടെ ഉതിർന്നു വീഴുന്ന കണ്ണുനീരിന്റെ തുള്ളികള് തന്റെ കൈപ്രതലം കൊണ്ടൊന്ന് തുടച്ചു നീക്കാൻ ആ മനുഷ്യൻ തയ്യാറായിരുന്നില്ല. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ, സമാധാനത്തിന്റെ വാക്ക് പറയാൻ, ശാന്തിയുടെ വചനങ്ങൾ ഉരുവിടാൻ ഇന്നേ ദിവസം അവന് ആരും തന്നെ ഇല്ല. വലാ തുആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീൻ എന്ന പദാർത്ഥമല്ലാതെ നരകവാസികളുടെ തൊലികൾ കത്തിക്കരിയുമ്പോ ആ തൊലിക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലവും രക്തവും കൂടിയ വൃത്തികെട്ട പദാർത്ഥമല്ലാതെ മറ്റൊന്നും തന്നെ അവന് ഭക്ഷിക്കാനില്ല. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനല്ലാതെ, അങ്ങേയറ്റത്തെ വിവരദോഷിയല്ലാതെ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല കേട്ടോ. ഖുർആനിൽ
ഖുർആനിന്റെ വചനമാ മുസ്ലിമീങ്ങളെ, ഖുർആനിന്റെ വചനമാണ് ബാപ്പമാരെ, ഖുർആനിന്റെ വചനമാണ് ഉമ്മമാരെ, അനുജന്മാരെ, പൊന്നുമക്കളെ. ആ നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ, ആ നരകത്തിൽ നിന്ന് വിദൂരം 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 അകന്നു നിൽക്കാൻ അള്ളാനോട് 5 വഖ്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഒഴുകട്ടെ നിന്റെ കണ്ണുനീരിന്റെ തുള്ളികള്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, ഞാനും നീയും ജനിച്ചിട്ട് 22-23 വർഷങ്ങളായി. ഒരുപാട് ദിനരാത്രങ്ങൾ എന്റെയും നിന്റെയും ജീവിതത്തിൽ കടന്നുപോയി. പക്ഷേ ഒരു വട്ടമെങ്കിലും അല്ലാന്റെ നരകത്തിനെ ഓർത്തുകൊണ്ട്, ആ നരകത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുയരുന്ന ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജ്വാലകളെ ഓർത്തിട്ട് ഒരു വട്ടമെങ്കിലും എന്റെയും നിന്റെയും ഹൃദയമൊന്ന് കിടിലം കൊണ്ടിട്ടുണ്ടോ? ആ നരകത്തിന്റെ ഭയാനകമായ അലർച്ച മനസ്സിൽ കേട്ടുകൊണ്ട് ഒരു വട്ടമെങ്കിലും ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ കുറ്റിയൊന്ന് വലിച്ചെറിയാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു വട്ടമെങ്കിലും സിനിമാ തിയേറ്ററിന്റെ അകത്ത് നിന്നുകൊണ്ട് 2-3 മണിക്കൂർ പടച്ചോനെ മറന്നുകൊണ്ട് ചെലവഴിക്കുമ്പോ ആ നരകത്തിന്റെ അലർച്ച വിചാരിച്ചുകൊണ്ട് ഇറങ്ങി വരാൻ അനുജാ എനിക്കും നിനക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നു മുതൽ ജീവിതം തിരുത്തുക. ഇന്നു മുതൽ മാറട്ടെ എന്റെയും നിന്റെയും ജീവിതത്തിന്റെ ഒഴുക്ക്. ഇന്നു മുതൽ മാറ്റി തിരുത്തട്ടെ ജീവിതത്തിന്റെ പാഠങ്ങള്, ജീവിതത്തിന്റെ താളുകളുടെ ചരിത്രങ്ങൾ ഇന്നു മുതൽ മാറ്റി തിരുത്തട്ടെ. വീട്ടിൽ പോയി ഉറങ്ങാതെ അള്ളാന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തുക. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, നാഥാ തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയി അല്ലാ, പാപങ്ങൾ ഒരുപാട് ചെയ്തു പോയി അല്ലാ, ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾക്ക് കണക്കില്ല അല്ലാ, ചെയ്തു കൂട്ടിയ ആഭാസത്തരങ്ങൾക്ക് കണക്കില്ല അല്ലാ, കണ്ടു തീർത്ത സിനിമകൾക്ക് കണക്കില്ല അല്ലാ, വലിച്ചു തീർത്ത സിഗരറ്റിന്റെ കുറ്റികൾക്ക് കണക്കില്ല അല്ലാ, കുടിച്ചു ചാടിയ കുടിച്ചു കളഞ്ഞ മദ്യത്തിന്റെ ചഷകങ്ങൾക്ക് കണക്കില്ല അല്ലാ. പൊറുത്തു തരുന്നവൻ നീയാണ്, മാപ്പ് നൽകുന്നവൻ നീയാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ആദമിന്റെ മക്കളോട് പടച്ചവന്റെ ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാം. പടച്ചവനല്ലാതെ പാപം പുറത്തു തരുന്നവനായി ആരാണുള്ളത്? അള്ളാഹു അല്ലാതെ അടിമയുടെ പാപക്കറകളെ കഴുകി ശുദ്ധിയാക്കുന്നവനായി ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ, വിശ്വമഹാപ്രപഞ്ചത്തിൽ ആരാണ് ഉള്ളത്? അതുകൊണ്ട് ആ റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തുക. കണ്ണുനീര് ഒഴുകട്ടെ, വിയർപ്പിന്റെ തുള്ളികൾ ഒഴുകട്ടെ, പൊട്ടിക്കരയട്ടെ നിന്റെ നാവുകളും നിന്റെ കണ്ണും നിന്റെ നാവും അള്ളാന്റെ സവിധത്തില് സഹാബികൾ ചെയ്തതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഖുർആനിന്റെ വചനങ്ങൾ ഉതിർന്നു വീണപ്പോ മരണത്തെക്കുറിച്ചുള്ള ഭയാനകമായ മുന്നറിയിപ്പുകൾ കടന്നു വന്നപ്പോ ആ സഹാബികളുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ അത് വല്ലാത്ത വിപ്ലവമുണ്ടാക്കി. അതുല്യമായ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് സഹാബി വനിതകളുടെ മനസ്സിലേക്ക് അടിച്ചു വീശി. എന്റെ പ്രിയപ്പെട്ട അനുജത്തി പൊന്നുമോളെ, ക്യാമ്പസിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോകുമ്പോ, ക്യാമ്പസിന്റെ ഉള്ളിലേക്ക്, വൃത്തികേടിന്റെ പാതാളത്തിലേക്ക്, അധർമ്മത്തിന്റെ കോട്ടകൊത്തളിലേക്ക് കടന്നു പോകും സമയം ഒരു നിമിഷം ഒന്ന് ഓർക്കുക. ഖബറിന്റെ അകത്തളങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക. പോൺസിന്റെ പൗഡർ ഇട്ട് നീ മിനുക്കിയ കോമളമായ നിന്റെ മുഖങ്ങൾക്കിടയിലൂടെ പുഴുക്കളോടിക്കളിക്കുന്ന വല്ലാത്തൊരു ദിവസത്തെ കുറിച്ച്, ആ നാളുകളെ കുറിച്ച്, ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ഓർത്തു നോക്കുക. ഇന്നൊരു പക്ഷേ ബസ് സ്റ്റോപ്പിന്റെ മുന്നിലൂടെ നീ നടന്നു പോയാൽ നിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് പൂവുകളുമായി നിന്റെ പിറകെ വരാൻ നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ടാകും. പക്ഷേ നാളെ നീ മരിച്ചു കഴിഞ്ഞാൽ, ഖബറിന്റെ അകത്തളങ്ങളിലേക്ക് നിന്റെ ശരീരം ഒന്ന് വെച്ചു കഴിഞ്ഞാൽ, 3 ദിവസം കഴിഞ്ഞാൽ, ആ ഖബറൊന്ന് തുറന്നു കഴിഞ്ഞാൽ, നിന്റെ പിറകെ നടന്നിരുന്ന, നിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരുന്ന, നിനക്ക് ലവ് ലെറ്റർ തന്ന, നിനക്ക് പൂവ് വെച്ച് നീട്ടിയ നൂറുകണക്കിന് ചെറുപ്പക്കാരിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആ വഴിയെ കടന്നു വന്നാൽ മൂക്ക് പിടിച്ചിട്ടല്ലാതെ കടന്നു പോകില്ല മോളെ. ആ ദുർഗന്ധം സഹിക്കാൻ പെറ്റ മാതാവിന് പോലും സക്കൂല
മോളെ. ആ മരണത്തെ കുറിച്ച് ഓർക്കുക. നാളിതുവരെ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടി അള്ളാന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തുക, അള്ളാരോട് പ്രാർത്ഥിക്കുക. ചരിത്രത്തിന്റെ താളുകളിൽ അതിന് അതുല്യമായ ഒരു മാതൃകയുണ്ട്, ഒരു സഹാബി വനിതയുടെ മാതൃകയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു സഹാബി വനിത കടന്നു വരികയാണ്. പറയുകയാണ്, പ്രവാചകരെ, ഞാൻ വ്യഭിചരിച്ചു പോയി പ്രവാചകരെ, ഞാൻ തിന്മ ചെയ്തു പോയി പ്രവാചകരെ, എന്റെ ശരീരത്തിന്റെ ഇച്ഛയും പിശാചിന്റെ ദുർബോധനവും ഒത്തുവന്നപ്പോ എന്റെ നഫ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല പ്രവാചകരെ, എനിക്ക് ശിക്ഷ വേണം നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞു, പെണ്ണേ, നീ കടന്നു പോകുക. നിന്റെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം നീ കടന്നു വരിക. കൈക്കുഞ്ഞുമായി നാളുകൾക്ക് ശേഷം ആ വനിത വീണ്ടും കടന്നു വന്നു. പ്രവാചകരോട് പറഞ്ഞു, നബിയേ, ഇതാ ഞാൻ എന്റെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു, ഇനി എന്നെ എറിഞ്ഞു കൊന്നുകൂടെ പ്രവാചകരെ? എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് പ്രവാചകന്റെ മുന്നിൽ കൈനീട്ടുന്നത്? സംവരണത്തിന് വേണ്ടിയല്ല, സകാത്തിന്റെ മുതലിന് വേണ്ടിയല്ല, സദഖക്ക് വേണ്ടിയല്ല, ഹദിയക്ക് വേണ്ടിയല്ല, ചെയ്തുപോയ തെറ്റിന്റെ പശ്ചാത്താപത്തിന് വേണ്ടി, ചെയ്തുപോയ തെറ്റിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ശരീരത്തിലേക്ക് പാഞ്ഞു വരുന്ന കൂരമ്പ് കല്ലുകളെ സ്വീകരിക്കാൻ ഒരു വനിത തയ്യാറായിക്കൊണ്ട് കൈക്കുഞ്ഞുമായി കടന്നു വന്ന് റസൂലിന്റെ സവിധത്തിൽ പറയുകയാണ്, പ്രവാചകരെ, എനിക്ക് മരിക്കണം പ്രവാചകരെ, വ്യഭിചാരത്തിനുള്ള ശിക്ഷ എനിക്ക് ഏറ്റെടുക്കണം പ്രവാചകരെ. ആ കല്ലുകളെ കൊണ്ടുകൊണ്ട് എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ കടങ്ങൾ കൊണ്ട് ഈ മണ്ണ് ആർദ്രമാകുമ്പോൾ നബിയെ, ഒരു പക്ഷേ ആകാശങ്ങൾക്ക് മുകളിൽ അർശിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ എന്റെ പാപം എനിക്ക് പുറത്തു തരും നബിയെ, അതുകൊണ്ട് എന്നെ എറിഞ്ഞുകൊള്ളണേ പ്രവാചകരെ. പ്രവാചകൻ പറഞ്ഞു, പെണ്ണേ, നീ മടങ്ങിപ്പോകുക, നിന്റെ മകൻ ഭക്ഷണം കഴിക്കാനാകട്ടെ. ഒരുപാട് നാളുകൾക്ക് ശേഷം കയ്യിലൊരു റൊട്ടിക്കഷണവുമായി ആ മകന് കൊടുത്തുകൊണ്ട് ആ വനിത വീണ്ടും പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. പ്രവാചകനോട് പറഞ്ഞു, നബിയേ, ഇതാ എന്റെ മകൻ ഇതാ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ഇനി എനിക്ക് എന്റെ ശിക്ഷ നൽകിക്കൂടെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വിളിച്ചുകൂട്ടി. എല്ലാവരും കൂടി ശിക്ഷ നടപ്പാക്കുകയാ. കല്ലിന്റെ കൂരമ്പുകള് ആ സ്വഹാബി വനിതയുടെ തലകൾ തുളച്ചു കയറുകയാണ്. അവരുടെ തലയിലൂടെ ചോരയൊലിക്കുകയാണ്. അവരുടെ ശരീരം മുഴുവൻ വ്രണപ്പെടുകയാ. നൂറുകണക്കിന് കല്ലുകൾ സ്വശരീരം കൊണ്ട് ഏറ്റുവാങ്ങി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി ആ വനിത റളിയല്ലാഹു അൻഹാ. അല്ലാഹു തൃപ്തിപ്പെട്ട വനിതയാണിത്. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ ഒരു പക്ഷേ ഇടം കൊടുക്കാൻ സാധ്യതയുള്ള വനിതയാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാകണം പശ്ചാത്താപത്തിന്റെ ശക്തി, അതാകണം പ്രായശ്ചിത്തത്തിന്റെ ശക്തി. അല്ലാഹുവിന്റെ ശിക്ഷ, അല്ലാഹുവിന്റെ കാരുണ്യം അതുല്യമാ, അവന്റെ വാത്സല്യം അമൂല്യമാ, അവന്റെ കാരുണ്യം അതുല്യമാണ്, അനുപമമാണ്. ആ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെട്ട് മടങ്ങാൻ അതിന്റെ ആവശ്യമില്ല സഹോദരങ്ങളെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. സ്വശരീരങ്ങളോട് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ട് പാപഭംഗിലമാക്കിയ ഹൃദയങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന മുസ്ലിമീങ്ങളെ, വിഷമിക്കേണ്ട. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകേണ്ട മക്കളെ, ആകാശത്തിന്റെ അനന്തവിഹായസോളം നീ പാപം ചെയ്തിട്ടുണ്ടോ? കടലിന്റെ നുരകൾക്ക് സമാനമായി പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ? അനന്തമായി പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ പ്രതലത്തിന് സമാനമായി ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കൂമ്പാരമുണ്ടോ? അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കരങ്ങൾ ഉയർത്തുക. തീർച്ചയായും അവൻ പുറത്തു തരും. ആട്ടിപ്പായിക്കുന്നത് പടച്ചവന്റെ കുതിരത്തല്ല, ആട്ടിപ്പായിക്കുന്നത് പടച്ചവന്റെ സിഫത്തല്ല.
പശ്ചാത്താപം സുനിശ്ചിതമാണ്. ആ റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തിയാൽ എന്നെയും നിങ്ങളെയും മടക്കാൻ മാത്രം ദുരഭിമാനിയല്ല പടച്ചവൻ. എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും എത്ര തന്നെ പ്രയാസമുണ്ടായാലും ആ റബ്ബിന്റെ വാതിൽ ഒരിക്കലും മടക്കപ്പെടുകയില്ല. ആ റബ്ബിന്റെ വാതിൽ ക്ലോസ് ചെയ്യപ്പെടുകയില്ല. പൊന്നു സഹോദര, പൊന്നു ജ്യേഷ്ഠ, നിങ്ങൾ രോഗം പിടിച്ച് കിടപ്പിലാണോ? ക്യാൻസറിന്റെ രോഗം നിങ്ങളെ ശരീരത്തെ വേട്ടയാടുന്നുണ്ടോ? ആർക്കും വേണ്ടാത്ത ഒരു പായ്ജന്മമായി വീടിന്റെ അകത്തളങ്ങളിൽ ഒരു ബെഡിന്റെ മുകളിൽ ജീവിതം സായുജ്യമടക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടോ? ഇതുവരെ മുത്തേ തേനെ എന്ന് വിളിച്ചിരുന്ന ഭാര്യയുടെ സ്വരത്തിന് മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ടോ? മക്കളുടെ വാക്കുകളുടെ സ്വരം മാറാൻ തുടങ്ങിയിട്ടുണ്ടോ? എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ടോ? ആ സമയത്തും താങ്കളുടെ മുന്നിൽ അടക്കപ്പെടാത്ത ഒരു വാതിലുണ്ട്. അത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വാതിലാ, അവന്റെ കാരുണ്യത്തിന്റെ വാതിലാ, അവന്റെ വാത്സല്യത്തിന്റെ വാതിലാ. ഒരു മനുഷ്യനും അടക്കപ്പെടാത്ത ഒരു വാതിലാണ്. ആ വാതിലിലേക്ക് കടന്നു ചെല്ലുക. അവിടേക്ക് കടന്നു ചെല്ലാൻ ദല്ലാളന്മാരുടെ ആവശ്യമില്ല. അവിടേക്ക് കടന്നു ചെല്ലാൻ ബ്രോക്കർമാരുടെ ആവശ്യമില്ല. അവിടേക്ക് കടന്നു ചെല്ലാൻ ഒരു തരത്തിലുള്ള വലിയന്റെയും ആവശ്യമില്ല. അവിടേക്ക് കടന്നു ചെല്ലാൻ മലക്കുകളുടെ ജിന്നുകളുടെ ആവശ്യമില്ല. ആ വാതിൽ തുറന്നതാ, പലർക്ക് തുറക്കപ്പെട്ടതാ. ഏത് ദരിദ്രന്റെ മുന്നിലും, ഏത് പാമരന്റെ മുന്നിലും, ഏത് കറുത്തവന്റെ മുന്നിലും, ഏത് സൗന്ദര്യമില്ലാത്തവന്റെ മുന്നിലും, ഏത് പൊട്ടന്റെ മുന്നിലും, ഏത് വിഡ്ഢിയുടെ മുന്നിലും അല്ലാഹുവിന്റെ വാതിൽ മലർക്ക് തുറക്കപ്പെട്ടതാ. അവന്റെ കാരുണ്യത്തെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു. പടച്ചവന് 100 കാരുണ്യമുണ്ട്. അതിൽ ഒരൊറ്റ കാരുണ്യം മാത്രമാണ് ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത്. ആ ഒരു കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ് വനാന്തരങ്ങളിൽ ക്രൂരതയുടെ പ്രതീകമായ സിംഹത്തിന്റെ ഭാര്യ അതിന്റെ കുഞ്ഞിന് മുലയോട്ടുന്നത്. ആ റബ്ബിന്റെ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ്. പരുന്തിന്റെ നിഴൽവട്ടം കാണുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന്റെ അടിയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് തള്ളക്കോഴി സ്നേഹം കാണിക്കുന്നത് ആ റബ്ബിന്റെ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്ന് പങ്കിട്ടെടുത്തുകൊണ്ടാണ്. 99 കാരുണ്യമാ അള്ളാന്റെ സവിധത്തിൽ ബാക്കി നിൽക്കുകയാണ്. ആ പടച്ചവന്റെ സവിധത്തിൽ ബാക്കി നിൽക്കുകയാണ്. എന്തിനാണ് നിരാശ? എന്തിനാണ് സങ്കടം? ആ റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ ഉയർത്തി ചോദിച്ചുകൂടെ? അള്ളാനോട് നേരിട്ട് ചോദിക്കുക, പടച്ചവനോട് നേരിട്ട് ചോദിക്കുക. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫല്യസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, എന്നെ കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്ക പ്രവാചകരെ, ഫഇന്നി ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്. പറയുന്നതാരാ? മൻമോഹൻ സിംഗ് അല്ല, ജോർജ് ഡബ്ല്യു ബുഷ് അല്ല, ബറാക് ഒബാമയല്ല, ലോകത്തിന്റെ സാമ്രാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന ഇസ്രായേലിന്റെ മൊസാദ് പ്രവർത്തകന്മാരല്ല, മറിച്ച് ലോകത്തിന്ന് വരെ കഴിഞ്ഞുപോയ സകല സാമ്രാജ്യത്വ ശക്തികളുടെയും അധിപന്മാരായ ആളുകളുടെ ഹൃദയത്തിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അല്ലാഹ്, അവരുടെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ലാഹ്, അവരുടെ മനസ്സിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന അല്ലാഹ്, ആകാശത്തിന്റെ തുടിപ്പറിയുന്ന അല്ലാഹ്, ഭൂമിയുടെ അഗാധ തലങ്ങളിൽ ഉടലെടുക്കുന്ന പ്രതിഭാസങ്ങളുടെ നിർവചനമറിയുന്ന അല്ലാഹ്, കടലിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന കോടാനുകോടി സൃഷ്ടിപ്പിന്റെ വൈജാത്യങ്ങൾക്കും വൈഭവങ്ങൾക്കും അന്നമൂട്ടുന്ന അല്ലാഹ്, ആമസോൺ കാടിന്റെ നടുക്കളങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനെന്ന് വരെ കണ്ടിട്ടില്ലാത്ത ജീവജാലങ്ങൾക്ക് അന്നമൂട്ടുന്ന അല്ലാഹ്, ആകാശത്തിന്റെ അനന്തവിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവയുടെ ചിറകിന്റെ ഘടന നിശ്ചയിച്ച അല്ലാഹ്, കോടാനുകോടി വൃക്ഷങ്ങളിലെ ഇലകളിൽ ഏതെങ്കിലും ഒന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് ആപതിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റിയും ആക്സലറേഷനും വരെ വിധിയുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച അല്ലാഹ്, ആ റബ്ബാണ് നമ്മോട് പറയുന്നത്, ആ പടച്ചവനാണ് നമ്മോട് പറയുന്നത്, ആ സൃഷ്ടാവാണ് നമ്മോട് പറയുന്നത്. ഫഇന്നീ ഖരീബ്,
ഖരീബ്, ഞാൻ വളരെ അടുത്തവനാണ്, സമീപസ്ഥനാണ് ഞാൻ. എന്റെ വീടിന്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഞാനൊരു ദുസ്വപ്നം കണ്ട് അല്ലാ എന്ന് ഞാനൊന്ന് വിളിച്ചാൽ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്ന എന്റെ ഉമ്മ കേൾക്കുന്നതിന് മുമ്പേ 7 ആകാശങ്ങളുടെ അനന്തത കടന്നു ചെന്നുകൊണ്ട് ഏതൊരു റബ്ബിന്റെ അർശിന്റെ സവിധത്തിലേക്കാണോ എന്റെ വിളി കടന്നു ചെല്ലുന്നത്, ആ അല്ലയാണ് മക്കളെ, ആ അല്ലയാണ് ജ്യേഷ്ഠന്മാരെ, ആ അല്ലയാണ് പാപ്പമാരെ പറയുന്നത് ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാ. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനുഷ്യന്റെ നെടുവീർപ്പുകളും വിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാനെന്ന് പറയുന്നത് പടച്ചവനാണ്. ലോകങ്ങളെ ലോകങ്ങളെ പടച്ച തമ്പുരാനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ സ്നേഹാർദ്രമായ ചോദ്യം, അവന്റെ വാത്സല്യത്തിൽ അധിഷ്ഠിതമായ ചോദ്യം, ഖുർആൻ ഓതുന്ന അടിമയുടെ കണ്ണുകൾ നിറയ്ക്കുന്ന ചോദ്യം. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത്, അവന്റെ വചനങ്ങൾ ഉരുവിടപ്പെടുന്ന സമയത്ത് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഈമാൻ കൊണ്ട് മുഖരിതമാകണം മുസ്ലിമേ. അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് വചനങ്ങൾ ഉരുവിടപ്പെടുമ്പോ കണ്ണെന്താണ് നിറയാത്തത്, ഹൃദയം എന്താണ് പിടക്കാത്തത്? ആ റബ്ബിന്റെ സ്നേഹാർദ്രമായ ചോദ്യത്തിന് മുന്നിൽ എന്തുകൊണ്ടാണ് നാം വികാരഭരിതരാകാത്തത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, പടച്ചവൻ പോരെ അവന്റെ അടിമയ്ക്ക്, അല്ലാഹു പോരെ അവന്റെ അടിമയ്ക്ക്. എന്തൊരു സുന്ദരമായ ചോദ്യമാ, എന്തൊരനുപമമായ ചോദ്യമാ, എന്തൊരതുല്യമായ ചോദ്യമാ. ശ്രീരാമനോട് പ്രാർത്ഥിക്കുന്ന, ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുന്ന, യേശുവിന്റെ മുന്നിൽ കൈകൂപ്പുന്ന, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഉഹ്ദീങ്ങളെ വിളിക്കുന്ന സകല മനുഷ്യ ചരാചരങ്ങളോടും അല്ല ചോദിക്കുകയാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ല പോരെ അവന്റെ അടിമയ്ക്ക്. എന്റെ സംസാരം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാരുടെയും വിശ്വാസത്തെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, ആരുടെയെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. വല്ലാഹി വല്ലാഹി വല്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണ് നിറക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് ഇത് മുജാഹിദുകളുടെ കടമയാണ്, ഇത് കേരള നദവത്തുൽ മുജാഹിദീനിന്റെ കടമയാണ്, പടച്ചവൻ ഏൽപ്പിച്ച കടമയാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന പടച്ചവന്റെ ചോദ്യത്തെ പുറംകാല് കൊണ്ട് തട്ടി ഉള്ളാളത്തെ ദർഗയിലേക്ക് ട്രെയിനിൽ കയറി പോകുന്ന പാവപ്പെട്ട പൊന്നനുജ, പൊന്നു ജ്യേഷ്ഠ, ഒരു വട്ടം നിന്റെ ഹൃദയം കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ, നിന്റെ ബുദ്ധി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ, നിന്റെ ദിശനാശേഷി കൊണ്ടൊന്ന് ആലോചിച്ചുകൂടെ? അല്ലാഹുവിന്റെ ഈ വചനത്തെ പുറംകാല് കൊണ്ട് ചവിട്ടി അജ്മീറിന്റെ ദർഗയിലേക്ക് മക്കളില്ലാത്ത സങ്കടം പറയാൻ പോകുന്ന പൊന്നനുജ, പൊന്നു ജ്യേഷ്ഠ, തിരിഞ്ഞു നടക്കണം, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് നടക്കണം, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് നടക്കണം, അവന്റെ വചനം നെഞ്ചിലേറ്റാൻ നാം തയ്യാറാകണം. സഹോദരങ്ങളെ, ആ റബ്ബിനോട് ചോദിച്ചോ, ആ പടച്ചവനോട് ചോദിച്ചോ, മറ്റാരോടും ചോദിച്ചാൽ അവർക്ക് കഴിയുകയില്ല തരാൻ. ഇൻതദൂഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഊ ദുആഅകും, നിങ്ങളുടെ വിളി അവരെ കേൾക്കുകയില്ല. വലൗ സമിഊ, ഖണ്ഡന മണ്ഡന വാദപ്രതിവാദങ്ങളിലൂടെ, വാചാലതയിലൂടെ, വർണ്ണങ്ങളിലൂടെ കേൾക്കുമെന്ന് നിങ്ങൾ സ്ഥാപിച്ചാൽ തന്നെയും മസ്തജാബൂ ലക്കും, ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാൻ അവർക്ക് സാധ്യമല്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും,
നിങ്ങൾ അവരെ വിളിച്ചതിനെ കുറിച്ച് നാളെ മഹ്ശറയിൽ അവരെ നിഷേധിക്കുകയും ചെയ്യും. പൊന്നനജ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നീ വിളിക്കുന്നുണ്ടോ? മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദാണോ നീ? എല്ലാ ദിനരാത്രങ്ങളിലും നിന്റെ നാവുകള് യാ മുഹീദ്ദീൻ ശൈഖേ എന്ന് വിളിക്കുന്നുണ്ടോ? നാളെ അള്ളാന്റെ കോടതിയില് അള്ളാന്റെ മഹ്ശറയിൽ നിന്റെ വിളിയെ കുറിച്ച് മുഹീദ്ദീൻ ശൈഖ് കൈമലർത്തും. മുഹീദ്ദീൻ ശൈഖ് പറയും, ഞാൻ നിന്നെ അറിയില്ലല്ല മോനെ, നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ ശബ്ദങ്ങളെ ഞാൻ കേട്ടിട്ടില്ലല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ മഹ്ശറയിൽ വെച്ച് മുഹീദ്ദീൻ ശൈഖ് നിന്റെ വിളിയെ കുറിച്ച് നിഷേധിച്ചു തള്ളും. ബദരീങ്ങൾ നിഷേധിക്കും, ഉഹദീങ്ങൾ നിഷേധിക്കും, മമ്പരത്ത് തങ്ങളെ നിഷേധിക്കും, അജ്മീറിലെ ഹോജ നിഷേധിച്ചു തള്ളും. അവിടെ നിന്നെ തുണക്കാൻ കഴിവുള്ള ലോകത്തിലെ ഒരേ ഒരു ശക്തി മാത്രമേയുള്ളൂ, അതല്ലയാണ്, അത് പടച്ചവനാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഇന്നിന്റെ നാളുകളിൽ തന്നെ ആ പടച്ചവരോട് പ്രാർത്ഥിച്ച് ശീലിക്കുക, അവനെ വിളിച്ച് ശീലിക്കുക. മഹാന്മാർക്ക് അദൃശ്യ കാര്യങ്ങൾ അറിയാൻ സാധ്യമല്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹ്റ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാ, ഗൈബിന്റെ താക്കോൽ അല്ലാഹുവിന്റെ കയ്യിലാണ്, അവന്റെ സവിധത്തിലാണ്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹു الظالمون. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടാണ് പറയുന്നത്, ഈ നാടിന്റെ സിരാകേന്ദ്രങ്ങൾ നയിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരോടുള്ള വചനമാ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ ഔ കദ്ദബ ബിആയാതിഹി ഇന്നഹു ലാ യുഫ്ലിഹു الظالمون. അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പടച്ചവന്റെ പേരിൽ കളവ് പറയുന്നവരാരാ? പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഒരു പക്ഷെ സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന ആദർശം ഈ നാടിനോട് തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയേക്കാം, മഹല്ലിൽ നിന്ന് ബഹിഷ്കരിച്ചേക്കാം. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ അവന്റെ കോട്ട് കൂടുന്ന സമയം ഉസ്താദേ നിങ്ങളാണ് ഏറ്റവും വലിയ ആള്, നിങ്ങളാണ് ഏറ്റവും വലിയ സ്ഥാനമാനി. അതുകൊണ്ട് പാവപ്പെട്ട പാമര ജനങ്ങൾക്ക് യഥാർത്ഥ ആദർശം പറഞ്ഞു കൊടുക്കണേ. നിങ്ങളുടെ അറിവുകളും നിങ്ങളുടെ വാചാലതകളും നിങ്ങളുടെ കഴിവുകളും നരകത്തിന്റെ പാതാളത്തിലേക്ക് നടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ ഉപയോഗിക്കണേ. അള്ളാന്റെ പേരിൽ കളവ് പറഞ്ഞവനല്ലാതെ ആരാണ് ഏറ്റവും വലിയ അക്രമി എന്ന് പടച്ചവൻ ഖുർആനിലൂടെ ചോദിക്കുന്നു. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യാത്ത, ഒന്നും കഴിയാത്ത മഹത്തുക്കളോട്, ഒന്നിനും കഴിയാത്ത ബിംബങ്ങളോട് പ്രാർത്ഥിക്കുന്നവര് ന്യായം പറയുന്ന ന്യായമെന്താ? വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ സവിധത്തില് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണിവര്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സകല മുസ്ലിമിനോടും എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ശുപാർശ ചെയ്യാൻ മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ കോട്ടിൽ ശുപാർശ ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. ആ പടച്ചവന്റെ കോടതിയിൽ റെക്കമെൻഡ് ചെയ്യാൻ ആർക്കും തന്നെ സാധ്യമല്ല. മഹത്തുക്കള് മറഞ്ഞ കാര്യമറിയില്ല, അദൃശ്യ കാര്യമറിയില്ല. മഹത്തുക്കൾക്ക് അതറിയാനുള്ള, മഹാത്മാക്കൾക്ക്, ഔലിയാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക് അതറിയാനുള്ള കഴിവ് പടച്ചവൻ കൊടുത്തിട്ടില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചില്ലറക്കാരനാണോ, ചെറിയ മനുഷ്യനാണോ? ലോകത്തിൽ ഖലീൽ എന്ന പദവി നൽകപ്പെട്ട ഒരേ ഒരു മനുഷ്യനല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് സന്തോഷ വാർത്തയുമായി മക്കളെ
മക്കളെ കുറിച്ചുള്ള സന്തോഷ വാർത്തയുമായി 2 മലക്കുകൾ കടന്നു വന്നപ്പോ അത് മലക്കുകളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പടച്ചവൻ നൽകിയിട്ടില്ല. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനില്ലാത്ത കഴിവാണോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഹീദ്ദീൻ ശൈഖിന് നാം കൽപ്പിച്ചു കൊടുക്കുന്നത്, മമ്പറത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ഉള്ളാളത്ത് തങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്, ബദരീങ്ങൾക്ക് കളിപ്പിച്ചു കൊടുക്കുന്നത്, ഉഹദീങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത്? ഇല്ല ഇല്ല, സാധ്യമല്ല. അത് അബദ്ധജടിലമായ വിശ്വാസമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിന്റെ വക്താവായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബിന്റെ 11 പൊൻതാരകങ്ങളില് സൂര്യ തേജസ്വിയായ ഒരു പുത്രനുണ്ടായിരുന്നു, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യാക്കൂബിന്റെ ഹൃദയം കവർന്ന മകനാണ്, സുന്ദരനായ മകനാണ്. ചരിത്രത്തിന്റെ താളുകളിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായി പരാമർശിക്കപ്പെടുന്ന രൂപമാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫിന്റെ കളികള്, യൂസുഫിന്റെ കൊഞ്ചലുകള്, യൂസുഫിന്റെ തുള്ളിച്ചാട്ടങ്ങള് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയത്തിന്റെ ഗാധതലങ്ങളില് വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. മതിമറന്ന് സ്നേഹിച്ചു യാക്കൂബ് നബി യൂസുഫ് നബിയെ. വല്ലാത്ത സ്നേഹമായിരുന്നു ആ പിതാവിന് ആ മകനോട്. ഒരു ദിവസം യാക്കൂബിന്റെ 10 മക്കളും കൂടി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി കൊട്ടക്കിണറ്റിലിട്ടു. കൊട്ടക്കിണറ്റിലിട്ടുകൊണ്ട് തിരിച്ചു വന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ഒരാടിനെ അറുത്തുകൊണ്ട് യൂസുഫിന്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുകൊടുത്തു പറഞ്ഞു, ബാപ്പാ നിങ്ങളുടെ മകനെ ചെന്നായ പിടിച്ചു. ബാപ്പാ തിരിച്ചറിയാൻ യാക്കൂബ് നബിക്ക് സാധിച്ചോ തന്റെ മകൻ കൊട്ടക്കിണറ്റിന്റെ അഗാധതലങ്ങളിൽ കിടക്കുന്നുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയാൻ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാധിച്ചില്ല. അദൃശ്യകാര്യങ്ങൾ അറിയാൻ മഹാന്മാർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു കഴിവ് പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോഴാണ് ഈജിപ്തിലെ ഒരു സഞ്ചാര കൂട്ടമതിലേ വന്നത്, കച്ചവട സംഘമതിലേ വന്നു. സുന്ദരനായ യൂസുഫിനെ കൊട്ടക്കിണറ്റിൽ കണ്ടപ്പോ അവർ മുകളിലേക്ക് വലിച്ചുയർത്തി. ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി, ഈജിപ്തിലെ മനുഷ്യച്ചങ്ങയിൽ കൊണ്ടുപോയിക്കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കച്ചവടം ചെയ്യുകയാ. വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ വകാനൂ ഫീഹി മിനസ് സാഹിദീൻ. യാക്കൂബിന്റെ പൊന്നോമന പുത്രനായ, യാക്കൂബിന്റെ കരളിന്റെ കൃഷ്ണമായ, യാക്കൂബിന്റെ ഹൃദയത്തിന്റെ താളമായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിന്റെ ഏതോ ഒരു അടിമച്ചന്ത കച്ചവടത്തിന്റെ നടുവില് കേവലം തുച്ഛമായ വിലയ്ക്ക് വിൽക്കപ്പെടുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കില് ആ പ്രിയപ്പെട്ട വാപ്പ കടന്നു പോകൂലേ? ആ പ്രിയപ്പെട്ട വാപ്പ സമ്മതിക്കുമോ? ആ പൊന്നുവാപ്പ യൂസുഫിനെ അടിമച്ചങ്ങലയിൽ കച്ചവടം ചെയ്യാൻ സമ്മതിക്കുമോ? അറിഞ്ഞിട്ടില്ല യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകന് ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ അടിമച്ചന്ത കച്ചവടത്തിന്റെ നടുവിൽ വിൽക്കപ്പെടുകയാണ് എന്നുള്ള സത്യം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിഞ്ഞിട്ടില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹത്തുക്കൾക്ക് മറഞ്ഞ കാര്യം അറിയാൻ വല്ലാഹി 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 കഴിവില്ല. വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യലോകത്തിന്റെ താക്കോൽ അത് പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. ഔലിയാക്കളിൽ ഔലിയാക്കളിൽ ഏറ്റവും വലിയ വലിയായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വലിയല്ലേ, ഏറ്റവും വലിയ പ്രവാചകനല്ലേ? മുഹമ്മദ് നബിയെ കടത്തിവെട്ടാൻ മാത്രം അല്ലാഹുവിന്റെ സവിധത്തിൽ പ്രോട്ടോകോളുള്ള ഏതെങ്കിലും ഒരു വലിയുണ്ടോ? ഇല്ലല്ലോ. ലോകത്ത് വെച്ച് ഏറ്റവും ഉന്നതനായ സൃഷ്ടി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജൂത പെണ്ണിന്റെ വീട്ടിലെ സദ്യക്ക് പോയപ്പോ അവിടെ വിഷം പുരട്ടിക്കൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഭക്ഷിക്കുകയാണ്. അദൃശ്യ
കാര്യം പ്രവാചകന് അറിയാൻ സാധിച്ചില്ല. വഹി മുഖേന പടച്ചവൻ അറിയിച്ചു കൊടുത്തപ്പോഴല്ലാതെ സഹോദരങ്ങളെ വഹി നിലച്ചു പോയ ഈ കാലഘട്ടത്തില്, അള്ളാന്റെ സന്ദേശം നിലച്ചു പോയ ഒരു കാലഘട്ടത്തില് വഹിയില്ലാത്ത മഹത്തുക്കൾക്ക് എങ്ങനെയാണ് മറിഞ്ഞ കാര്യം അറിയാൻ സാധിക്കുക? വേണ്ട അനുജ, വേണ്ട ജ്യേഷ്ഠ, അള്ളാന്റെ സവിധത്തിലേക്ക് മടങ്ങുക, പടച്ചവന്റെ പാതയിലേക്ക് മടങ്ങുക, അവന്റെ തൗഹീദിലേക്ക് മടങ്ങുക. ആ തൗഹീദിന് വേണ്ടി വേദന അനുഭവിക്കാൻ തയ്യാറാകുക, ആ തൗഹീദിന് വേണ്ടി യാതന അനുഭവിക്കാൻ തയ്യാറാകുക, ആ തൗഹീദ് നെഞ്ചിലേറ്റുക. മുഹീദ്ദീൻ ശൈഖ് തങ്ങള്, ബദരീങ്ങള്, അവര് നല്ലവരാണ്, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകളാണ്. ഔലിയാക്കളെ തള്ളിപ്പറയാൻ മുജാഹിദുകൾ തയ്യാറല്ല. ഔലിയാക്കള് വേണം, ഔലിയാക്കള് വേണം, അവരുടെ പാതകൾ സ്വീകരിക്കണം. ശുഹദാക്കള് വേണം, സ്വാലിഹീങ്ങള് വേണം. അവര് നമ്മുടെ ഹൃദയത്തിന്റെ കഷണങ്ങളാണ്, അവര് നമ്മുടെ മനസ്സ് കവർന്ന മഹത്തുക്കളായ മനുഷ്യരാണ്. അവരുടെ ചാണോട് ചാന്തേത്ത് പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം. ആരാണ് അള്ളാന്റെ ഔലിയാക്കള്? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون. അറിയണേ മനുഷ്യരെ, ആരാണ് അള്ളാന്റെ ഔലിയാക്കള്? അവർക്ക് ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, പേടികളില്ല. അവര് ജീവിതത്തിൽ സൂക്ഷിച്ചവരാണ്, അവര് വിശ്വസിച്ചവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണേ, ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണേ. നിനക്ക് എന്ത് തന്നെ വിഷമമുണ്ടായാലും, എന്ത് തന്നെ ദുഃഖമുണ്ടായാലും, എന്ത് തന്നെ പ്രയാസമുണ്ടായാലും, ട്രെയിനിൽ കയറിക്കൊണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കയറി ഉള്ളാളത്ത് പോയി ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ച് ഉള്ളാളത്ത് തങ്ങളുടെ ദർഗയിൽ പോയി സങ്കടം പറയേണ്ട ആവശ്യമില്ല. നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനായി ഉള്ളാളത്ത് തങ്ങളെ പടച്ച റബ്ബുണ്ട്. ആ റബ്ബിനോട് പറയുക, നിനക്ക് മക്കളില്ലേ? കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് അജ്മീറിന്റെ ദർഗയിൽ ചെന്ന അജ്മീറിലെ ഉപ്പാപ്പാനോട് എനിക്കൊരു കുട്ടിനെ തരണേ എന്ന് ആവലാതി ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ അജ്മീർ ഉപ്പാപ്പാനെ പടച്ച തമ്പുരാൻ അല്ലാഹ്, അത് നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാ. അവൻ ഏറ്റവും അടുത്തുണ്ട്. ആ റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടുക, ആ റബ്ബിനോട് ചോദിക്കുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗം പോകാൻ, സ്വർഗത്തിന്റെ വിഹായസിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവിടെ പടച്ചവൻ ഒരുക്കി വെച്ച കോടാനുകോടി അനുഗ്രഹങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് അനന്തമായ ഒരു ജീവിതത്തിനുടമകളാകാൻ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, തൗഹീദ് നെഞ്ചിലേറ്റുക. തൗഹീദ് എന്ന് പറയുന്നത് തമ്മിലടിക്കാനുള്ള ഒരു ഉപാധിയല്ല, തമ്മിൽ കലഹിക്കാനുള്ള ഒരു ഉപാധിയല്ല. മറുപടിയും മറുമറുപടിയും, അതിന് വീണ്ടും മറുപടിയും, ഖണ്ഡനവും മണ്ഡനവും വാദപ്രതിവാദവുമായി മുസ്ലിം സമുദായത്തിന്റെ നടുവിൽ ചിത്രതയുണ്ടാക്കാനും ശിഥിലമാക്കാനുമുള്ള ഒരു മാർഗമല്ല തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്, തൗഹീദ് പ്രവാചകൻ അനുധാവനം ചെയ്തത്, അത് ഐക്യത്തിന് വേണ്ടിയാണ്. 5 വഖ്ത് നമസ്കാരത്തിൽ കൈകെട്ടിക്കൊണ്ട് ഓരോ മുസ്ലിമും പറയുന്ന വചനം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നോട് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അറഫാ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷോപലക്ഷം ജനങ്ങള്, അതിലൊരു പക്ഷേ സൗദി അറേബ്യൻ രാജാവുണ്ടായിരിക്കാം, ഇന്ത്യയിലെ അരപ്പട്ടിണിയായ മനുഷ്യൻ കടം വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടാകാം. അറഫാ മൈതാനിയിൽ അവരെല്ലാം ധരിക്കുന്നത് ഒരേ ഒരു വേഷമാ, ഒരേ ഒരു വേഷവിധാനമാ. സഹോദരങ്ങളെ, മനസ്സിലാക്കണേ, ഇതാണ് ഐക്യത്തിന്റെ ആഹ്വാനം. തകർന്നു പോകാത്ത യൂണിറ്റിയാണ് തൗഹീദ്, തകർന്നു പോകാത്ത യൂണിറ്റിയാണ് ഐക്യം. സഹോദരങ്ങളെ, ആ ഐക്യം നിലനിർത്താൻ, മുസ്ലിം സമുദായത്തിലെ ചിത്രതയില്ലാതിരിക്കാൻ 5 വഖ്ത് നമസ്കാരം നിലനിർത്തുക. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന സമയത്ത്, ഫുട്ബോളിന്റെ കളത്തിൽ ദ്രുതഗതിയിൽ ചലിക്കുന്ന നിന്റെ പാദങ്ങള് പള്ളിയുടെ വശത്തേക്ക് എന്തുകൊണ്ടാണ് ചലിക്കാത്തത്?
അങ്ങോട്ട് എന്തുകൊണ്ടാണ് നടന്നു പോകാത്തത്? ഫുട്ബോളിന്റെ കളങ്ങളിൽ ആളുകളുടെ കണ്ണുകളെ അഞ്ചിപ്പിച്ചുകൊണ്ട് ചലിക്കുന്ന നിന്റെ പാദങ്ങള് ബാങ്കിന്റെ ധ്വനികളെ സ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഉയരുമ്പോ എന്താ വാദത്തിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് പൊങ്ങാത്തത്? തൗഹീദ് നിന്റെ മനസ്സിൽ ഉറക്കണോ? നമസ്കാരം നിലനിർത്തുക, എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ധർമ്മമുണ്ടാകുകയുള്ളൂ. കുരിശ് യുദ്ധത്തിന്റെ രണാങ്കണത്തില് പോരാടിയിരുന്ന ഒരു ജൂത പണ്ഡിതൻ പറഞ്ഞു, മുസ്ലിമീങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല, മുസ്ലിം സൈന്യത്തെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഏതുവരെ? എത്ര സഫാളുകളാണോ ജുമുഅക്കുണ്ടാകുന്നത്, അതേ സഫാളുകൾ തന്നെ സുബഹിക്കും പള്ളിയിലുള്ള കാലഘട്ടം വരെ മുസ്ലിം സൈന്യത്തെ തകർക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം അവരെ നയിക്കുന്നത് അവരുടെ കയ്യിലുള്ള വാളിന്റെ മൂർച്ചയല്ല, അവരുടെ കയ്യിലേന്തിയിരിക്കുന്ന പരിചകളുടെ ശക്തിയല്ല, അവരുടെ അശ്വഭടന്മാരല്ല, ചീരിപ്പായുന്ന അവരുടെ കുതിരകളല്ല, മറിച്ച് ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ രൂഢമായ അതുല്യമായ ഒരു വചനമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹയല്ലാതെ മറ്റൊരാരാധ്യനില്ല, പടച്ചവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. ലോകത്ത് ജനിച്ചു വീഴുന്ന ശതകോടിക്കണക്കിന് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും സിഖുകാരനും ബുദ്ധമതക്കാരനും ജൈനമതക്കാരനും ജൂതമതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനും പാർസി മതക്കാരനും ഒരേ ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പേര് അല്ലാഹ് എന്നല്ല. ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിയത് ഹിരണ്യഗർഭൻ എന്ന, വിരാട് പുരുഷൻ എന്ന, ബൈബിള് പരിചയപ്പെടുത്തിയത് യഹോവ എന്ന, ഖുർആൻ പരിചയപ്പെടുത്തിയത് അല്ലാഹ് എന്ന, വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്ന ആ ദൈവം മാത്രമാണ് ആരാധകൻ. ആ അതുല്യമായ ആദർശമാണ് മുസ്ലിം സമുദായത്തെ നയിക്കുന്നത്. ഏത് കാലഘട്ടത്തിലെ സുബഹിക്ക് പള്ളിയിൽ ആള് നിറഞ്ഞിട്ടുണ്ടോ അതുവരെ അവര് പരാജയപ്പെടുകയില്ല. മുസ്ലിം സമുദായത്തിന്റെ പരാജയത്തിന്റെ കാരണം അതാണ്. ദുനിയാവിന്റെ മുന്നിൽ മതിമറന്നുപോയി, ദുനിയാവിന്റെ രസത്തിന്റെ മുന്നിൽ മതിമറന്നുപോയി മുസ്ലിം സമുദായം. പള്ളിയിലേക്ക് കടന്നു പോകാൻ ചെറുപ്പക്കാരാ നിനക്ക് മടിയായി അല്ലേ? ചെറുപ്പക്കാരാ നിനക്ക് മടിയായി. ആരുടെ അനുയായിയാണ് നീ? ആരാണ് നമ്മുടെ നേതാവ്? ലോകത്തിന്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. പനി പിടിച്ച് അവശനായി നടക്കാൻ പോലും കഴിയാത്ത സന്ദർഭത്തില് അനുചരന്റെ തോളത്ത് കൈവച്ചുകൊണ്ട് വേച്ച് നടന്നു പോയില്ലേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവസാനമായി പ്രവാചകൻ പുഞ്ചിരിച്ചത്, അവസാനമായി പ്രവാചകന്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് അലതല്ലിയത് ഏത് കാഴ്ച കണ്ടിട്ടാണെന്നറിയുമോ? വെള്ളിയാഴ്ച ദിവസം സുബഹിന്റെ നമസ്കാരത്തിന് വേണ്ടി മുസ്ലിം സമുദായം സൊഫുകെട്ടി നിൽക്കുന്ന സമയം അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കട്ടൻ നീക്കിക്കൊണ്ട് നോക്കുകയാണ്. അവിടെ സൊഫുകൾ തോളോട് തോൾ ചേർത്തുകൊണ്ട് പാദത്തോട് പാദം ചേർത്തുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തെയാണ് അവിടെ പ്രവാചകനെ കാണുവാൻ സാധിച്ചത്. പ്രവാചകൻ മതിമറന്ന് ചിരിച്ചുപോയി. പനി പിടിച്ച് അവശനായിട്ടും പ്രവാചകന്റെ മുഖം 1000 സൂര്യനെ പോലെ തേജസ് കൊണ്ടു. എന്തേ കാരണം? ഒരു കാലത്ത് ചിന്ന ഭിന്നമായ സമുദായം അറേബ്യയുടെ മണ്ണുകളിൽ ഒരൊട്ടകത്തിന്റെ കാഷ്ടത്തിന് വേണ്ടി യുഗങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമുദായം, ഒരൊറ്റ ചെറിയ കാര്യത്തിന് വേണ്ടി ഗോത്രങ്ങൾ തമ്മില് യുഗങ്ങളോളം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഒരു സമുദായം ഇതാ ഇന്നിന്റെ ദിവസം മദീന പള്ളിയുടെ ഉള്ളിൽ തോളോട് തോൾ ചേർത്തുകൊണ്ട് പാദത്തോട് പാദം ചേർത്തുകൊണ്ട് അള്ളാന്റെ മുന്നിൽ നമസ്കരിക്കുകയാണ്. ഐക്യത്തിന്റെ വല്ലാത്ത വചനമാണ്. മുസ്ലിമീങ്ങളെ 21ാം നൂറ്റാണ്ടിലും ആ ഐക്യം കൈവിടാൻ പാടില്ല, ആ സ്നേഹബന്ധം കൈവിടാൻ പാടില്ല. സുന്നിയെന്നും മുജാഹിദെന്നും ജമാഅത്തെന്നും തബ്ലീഗെന്നും പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിച്ച് മറ്റ് സമുദായത്തെ ചിരിപ്പിക്കാനുള്ളതല്ല ദീന്. എല്ലാവരും ഒന്നാ. തൗഹീദ് ഉൾക്കൊള്ളുക എന്ന ആദർശം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകരുന്ന സന്ദർഭത്തില്, മുസ്ലിം സമുദായം ഛിദ്രമാകുന്ന സമയത്ത്, ശിഥിലമാകുന്ന സമയത്ത് വേദനിക്കുന്നത് പ്രവാചകന്റെ ഹൃദയമാ. ഇവിടെ തകർന്നടിയുന്നത് മധ്യേഷ്യൻ മരുഭൂമിയുടെ മധ്യത്തിലുയർന്നു വന്ന മനുഷ്യ സ്നേഹത്തിന്റെ മകുടോദാഹരണം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് മലയെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട്, അറേബ്യൻ മലമടക്കുകളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിന്റെ പടിവാതിക്കലെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട്, പേർഷ്യ റോമൻ സാമ്രാജ്യങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് പ്രചരിപ്പിച്ച ഉന്നതമായ ഒരു ആദർശമാണ് ഇവിടെ തകർന്നടിയുന്നത്. അതുകൊണ്ട് അതിന് നിൽക്കരുത്. മുസ്ലിമീങ്ങളെ, നാം ഒന്നാവണം, ഐക്യം വേണം, സഹോദര്യം വേണം. എല്ലാത്തിലും ഉപരി തൗഹീദ് നെഞ്ചിലേറ്റാൻ നാം തയ്യാറാകണം. ഏതൊരു തൗഹീദാണോ പ്രവാചകൻ പറഞ്ഞത്, ഏതൊരു തൗഹീദാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകളിൽ നിന്ന് ഉതിർന്നു വീണത്, ആ തൗഹീദ് നെഞ്ചിലേറ്റാൻ സഹോദരങ്ങളെ നാം തയ്യാറാകണം. ആ തൗഹീദിന് വേണ്ടി ചങ്കിലച്ചോര സമർപ്പിക്കാൻ തയ്യാറാകണം. ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഹബലയുടെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജനങ്ങളെ മോചിപ്പിക്കുകയുണ്ടായി. മക്കാ വിജയത്തിന്റെ അന്ന്, മക്കാ വിജയത്തിന്റെ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കറുത്ത തൊപ്പി അണിഞ്ഞുകൊണ്ട് മക്കയുടെ പട്ടണത്തെ കീഴടക്കാൻ വേണ്ടി കടന്നു വന്നു. ബിലാലിനെ വിളിച്ചു, ബിലാലേ, കഅബ ശരീഫിന്റെ മുകളിലേക്ക് കയറിക്കൊള്ളുക, മുഴക്കുക ബാങ്കിന്റെ ധ്വനികള്. ബിലാലിന്റെ ഗനഗംഭീരമായ ശബ്ദമുയർന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാത്ത തകരുകയാ, ഉസ്സ തകരുകയാ, മനാത്ത തകരുകയാ, ഹബല തകരുകയാ. കഅബ ശരീഫിന്റെ അകത്തളങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബിംബം തകരുകയാണ്. അടുത്തതായി പ്രവാചകൻ അവിടെ സ്ഥാപിച്ച വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരൊറ്റ വചനത്തിന്റെ പുറത്താണ് പൊന്നു സഹോദരങ്ങളെ, മദീന പള്ളിയുടെ അകത്ത് പാദത്തോട് പാദം ചേർത്തുകൊണ്ട്, തോളോട് തോൾ ചേർത്തുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ഒരു സമുദായത്തെ വാർത്തെടുക്കാൻ സാധിച്ചത് ആ തൗഹീദിന്റെ കീഴിൽ ഒരുമിക്കുക, ആ വഹദാനിയത്തിന്റെ ശബ്ദത്തിന്റെ കീഴിൽ ഒരുമിക്കുക. 3 സ്വഹാബികളുടെ ചരിത്രം നമുക്കറിയാം. യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഭരിക്കാൻ കിടക്കുന്ന സന്ദർഭം ഏതാണ് ആ സമയം? ഏതൊരു മനുഷ്യനും വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന വല്ലാത്ത സന്ദർഭമാ. ഏതൊരു മനുഷ്യനും വെള്ളത്തിന് വേണ്ടി അതിയായി ആഗ്രഹിച്ചു പോകുന്ന സമയം. ഒന്നാമത്തെ മനുഷ്യന്റെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ അടുത്ത് നിന്നൊരു ഞരക്കം കേട്ടു. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട. അതുല്യമായ ത്യാഗമാണത്, അതുല്യമായ ത്യാഗമാണത്. പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മരണത്തിന്റെ സമയത്ത് തൊണ്ട നരക്കാനുള്ള ഒരു തുള്ളി വെള്ളം പോലും അന്യന്റെ രോദനത്തിന് മുന്നിൽ പണയം വെക്കുന്ന ഉത്തമരായ ഉദാത്തരായ സ്വഹാബികളെ പഠിച്ചത്, സ്വഹാബികളെ വാർത്തെടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വഹദാനിയത്തിന്റെ വചനമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ ആർദ്രമാക്കിയത്, സ്നേഹത്തിന്റെ പ്രതീകമാക്കിയത്, വാത്സല്യത്തിന്റെ പ്രതിരൂപമാക്കിയത് ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മധ്യേഷ്യയിലൂടെ കടന്നുപോയ കപ്പലുകളെ കൊള്ളയടിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു. പിന്നീട് ഇസ്ലാമിന്റെ 2ാം ഖലീഫയായി ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണില് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന വചനം കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിൽ രേഖപ്പെടുത്തിയ ഇന്ത്യ രാജ്യത്തിന്റെ ഡെമോക്രാറ്റിക്കൽ രാജ്യത്തിന്റെ വക്താവായ പിതാവായ ഗാന്ധിജിയുടെ നാവ് പോലും അഭിനന്ദനത്തിന്റെ പ്രവാഹമർപ്പിച്ച ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബിന് അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വം പ്രദാനം ചെയ്തത് തൗഹീദാ, ഖുർആനിന്റെ വചനങ്ങളാ. ക്രൂരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റൊരു കാലഘട്ടത്തിൽ വ്യാകുലപ്പെടുന്നതിന്റെ കാരണം എന്താ? യൂഫ്രട്ടീസിന്റെ നദീ തീരത്ത് ഏതെങ്കിലും ഒരു ഒട്ടകം വെള്ളം കിട്ടാതെ ചത്താൽ ആ ഒട്ടകത്തിന്റെ മരണത്തിന് വരെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് വിചാരിച്ച് കണ്ണുനീര് വാർത്ത ഉമറിന്റെ മനസ്സിനെ ആർദ്രമാക്കിയത് തൗഹീദ്
തൗഹീദാണ്, വഹ്ദാനിയത്താണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് തൽഹ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുകയാണ്. എപ്പോഴും ഉമർ ദാ ഒരു വീട്ടിലേക്ക് കടന്നു പോകുന്നു, തിരിച്ചു വരുന്നു. ഒരു ദിവസം തൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ഒന്നിനും വയ്യാതെ കിടക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയാണ്. കിടന്നിടത്ത് കാഷ്ടിക്കുന്ന, കിടന്നിടത്ത് മൂത്രിക്കുന്ന, എഴുന്നേൽക്കാൻ സാധിക്കാത്ത രോഗിയായ ഒരു സ്ത്രീയെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദിവസവും കടന്നു വരുന്നത് ആ വീട്ടിലേക്കാ. തൽഹ ചോദിച്ചു, ഉമ്മ, ആരാണുമ്മ ദിവസവും നിങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുന്നത്? ആരാണുമ്മ നിങ്ങളുടെ വീട്ടിലേക്ക് ദിവസവും കടന്നു വരുന്നത്? ആ വൃദ്ധവന്യ മാതാവ് അവിടെ വെച്ച് മറുപടി പറയുകയാ, മോനെ എനിക്കറിയില്ല മോനെ. ദിവസവും ആ മനുഷ്യൻ ഇവിടേക്ക് കടന്നു വരും, എന്റെ വൃത്തികേടുകൾ വൃത്തിയാക്കും. ഞാൻ കാഷ്ടിച്ചതും മൂത്രിച്ചതും ഛർദിച്ചതും തുപ്പിയതും വൃത്തിയാക്കും മോനെ. എന്റെ വീട് കണ്ടോ, എന്തൊരു ശുദ്ധമാണ്, എന്തൊരു കംഫോർട്ടാണ്. എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന്റെ ഉരുളകൾ എന്റെ വായിലേക്ക് വെച്ചു തരും മോനെ. എനിക്ക് വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും ചെയ്തു തരും മോനെ. വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് ആരാണ് ഈ വരുന്നതെന്നറിയില്ല മോനെ. തൽഹ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് മറുപടി പറഞ്ഞു, ഉമ്മ, അതാരാണെന്നറിയുമോ ഉമ്മ? ആരാണെന്നറിയുമോ ഉമ്മ? ഈ രാജ്യത്തിന്റെ രാജാവാണുമ്മ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് നിങ്ങളുടെ വൃത്തികേടുകൾ വൃത്തിയാക്കുന്നത് ഈ രാജ്യത്തിന്റെ രാജാവാണുമ്മ. ഈ രാജ്യത്തിന്റെ ഭരണനിസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന നേതാവാണുമ്മ. ഏതൊരു ഉമറിന്റെ മുന്നിലാണോ പേർഷ്യ ചക്രവർത്തിമാര് ചെങ്കോല് വെച്ച് കീഴടങ്ങിയത്? ഏതൊരു ഉമറിന്റെ മുന്നിലാണോ ഖൈബർ കൊട്ടാരത്തിന്റെ കോട്ടവാതിലുകൾ തകർന്നടിഞ്ഞത്? ഏതൊരു ഉമറിന്റെ മുന്നിലാണോ കിസ്രാ കൊട്ടാരത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്വത്തുക്കൾ കീഴടങ്ങിയത്? ആ ഉമറാണുമ്മ, മഹോന്നതനായ മഹത്വായ ഉമറാണുമ്മ. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് എല്ലാ ദിവസവും വൃത്തിയാക്കുന്നത്, നിങ്ങളെ പരിചരിക്കുന്നത്, നിങ്ങളുടെ വായിലേക്ക് ഭക്ഷണത്തിന്റെ ഉരുളകൾ വെച്ച് തരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാന്റെ മനസ്സില് 1000 സാഗര സമാനമായ തിരമാലകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാകണം. ആ ഉമ്മയുടെ കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകിയിട്ടുണ്ടാകണം. ആ ഉമ്മാന്റെ ചുണ്ടുകൾ വിറച്ചിട്ടുണ്ടാകണം. ഇത്ര വലിയ സ്ഥാനത്തിരുന്നിട്ടും ഇത്ര എളിമത്വമുള്ള ഒരു പ്രവർത്തനം ചെയ്യാൻ ഒരു MLA ആയാലുള്ള ഹെഡ് വെയിറ്റ് എത്രയാ? ഒരു MLA ആയാലുള്ള അഹങ്കാരം എത്രയാ സഹോദരങ്ങളെ? അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ചെങ്കോല് കയ്യിൽ കിട്ടിയിട്ടും ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധയായ സ്ത്രീയെ ഒരു അടിമയെ പോലെ പരിചരിപ്പിക്കാൻ തയ്യാറായെങ്കിൽ അത് ഈ തൗഹീദിന്റെ നേട്ടമാ, അത് വഹ്ദാനിയത്തിന്റെ നേട്ടമാ, അത് ഖുർആനിന്റെ പ്രചരണത്തിന്റെ നേട്ടമാ. മാത്രമേ പറയാനുള്ളൂ. ആ ഒരു ആദർശവും ആ ഒരു സന്ദേശവും മാത്രമേ മുജാഹിദുകൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് തൗഹീദ് നെഞ്ചിലേറ്റുക, അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ഉദാത്തമായ ആദർശം നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. അതിലൂടെ ഉണ്ടാകട്ടെ മുസ്ലിം സമുദായത്തിൽ ഐക്യം, അതിലൂടെ ഉണ്ടാകട്ടെ അല്ലെ എല്ലാവരും ഒന്നാകുന്ന ഒരേ ഒരു ആദർശമുള്ള വിവിധ വിഭാഗങ്ങളില്ലാതെ ഗ്രൂപ്പുകളില്ലാതെ മുസ്ലിം സമുദായം മുഴുവനും ഒറ്റക്കെട്ടായി, അല്ല മനുഷ്യ സമുദായം മുഴുവനും ഒറ്റക്കെട്ടായി ദൈവത്തിന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം, ഒരു സന്ദർഭം സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു അവസരത്തെ നമ്മുടെ നാട്ടിൽ പുനഃസൃഷ്ടിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇതാ മുജാഹിദ് പ്രസ്ഥാനം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഈ നാട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. ഇതാ തൗഹീദിന്റെ വചനങ്ങള് ഈ പൂവൽ പ്രദേശത്ത് മുഴങ്ങിക്കഴിഞ്ഞു. ഇത് കേട്ട ഓരോരാളുടെയും ഹൃദയത്തെ നീ നന്നാക്കണേ അല്ലാഹ്. ഹിദായത്ത് നൽകാൻ മുജാഹിദുകൾക്ക് സാധ്യമല്ല, ഏന്നമിന് സാധ്യമല്ല. റബ്ബേ, ഇത് നിന്റെ കയ്യിലാണ്, നീ നൽകണം അല്ലാഹ്. പക്ഷേ നീ ഞങ്ങളെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ഇതാ ഞങ്ങളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രബോധനം എന്ന ഉത്തരവാദിത്തം അല്ലാഹ് ഞങ്ങളിതാ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, തൗഹീദില്ലാതെ മരിച്ചു പോകുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ നിന്ന് തമ്പുരാനെ, ഈ കേൾക്കുന്ന, ഈ കൂടി നിൽക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും
ആ ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കണേ അല്ലാ. നിന്റെ കുതിരത്ത് കൊണ്ട് കാക്കണേ അല്ലാ. നിന്റെ വഹദാനിയത്ത് നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാനുള്ള അതുല്യമായ ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നീ മഴ തരണേ അല്ലാ. മഴ വർഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ക്ഷാമത്തെ നീ ഇല്ലാതെയാണ് അല്ലാ. അല്ലാഹുമ്മ അഗ്സ്നാ, അല്ലാഹുമ്മ അഗ്സ്നാ, اللهم أغثنا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله عليه وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله.